ഏറ്റവും ഞാൻ നന്ദി പറയുന്നത് ഈ ഡേറ്റയുടെ കൊടുക്കാൻ ഇവിടെ പ്രസംഗിക്കാൻ എന്നെ നിയോഗിച്ചത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയായ അഡ്വക്കേറ്റാണ്. അദ്ദേഹമാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അദ്ദേഹമാണ് ചെറുകോൽപ്പുഴയൊക്കെ ഹിന്ദുമത പരിഷത്തിനൊക്കെ കൊണ്ടുപോകുന്നത് ഹരിദാസ്, അഡ്വക്കേറ്റ് ഹരിദാസ്. അഡ്വക്കേറ്റ് ഹരിദാസ് ജിയോടാണ് എൻ്റെ ആദ്യത്തെ സന്തോഷവും കടപ്പാടും അറിയുന്നത്. അദ്ദേഹം ഒരുപാട് വേദികളിൽ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ബാലഗോകുലത്തിൻ്റെ സമ്മേളനം കടമയായിട്ട് നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനും പരിസ്ഥിതിയും എന്ന വിഷയം അതിൻ്റെ ബാലഗോകുലത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസന്നൻ പിയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന സമയത്ത് അതിലൊക്കെ പങ്കെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി ആമുഖങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. 8 മണിക്ക് നമ്മൾ ഷടവും ചെയ്യണം. സനാതന ധർമ്മം എന്ന് പറയുന്നൊരു മഹാസാഗരമാണ്. എത്ര പറഞ്ഞാലും എത്ര അറിഞ്ഞാലും തീരാത്ത ഒരു സാഗരം. അതിൽ നിന്നും ഈ 1.5 മണിക്കൂർ കൊണ്ട് എവിടെ അവതരിപ്പിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പാർത്ഥസാരഥിയെ പറ്റി പറയണോ, ഭഗവത്ഗീതയെ പറയണോ, ഇന്നത്തെ അവതാര ചാത്താൻ നരസിംഹമൂർത്തിയെ പറയണോ, പ്രഹ്ലാദനെ പറയണോ, അതോ ഈ ഉപനിഷത്തിലേക്ക് പോകണോ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുക. കാരണം ചെറിയ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് നമുക്കറിയാം. എങ്കിലും കിട്ടിയ സമയത്ത് ഞാൻ എപ്പോഴും നിങ്ങൾ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ സനാതന ധർമ്മങ്ങളുടെ മൂല്യങ്ങളും അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിനെ ഉൾക്കൊള്ളുന്ന തത്വങ്ങൾ അധുനാധുനമായ ജീവിതത്തിന് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന രീതിയിലേക്കാണ് ഞാൻ കൊണ്ടുവരാറുള്ളത്. അത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വനിതാ കമ്മീഷന്റെ കൗൺസിലറാണ്, കേരള വനിതാ കമ്മീഷന്റെ കൗൺസിലറാണ്. അതിൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോലും കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ്. വളരെ നിസ്സാരമായിട്ട് പ്രശ്നം പരിഹരിക്കണം. ഇവിടെ പാർത്ഥസാരഥിയാണ്. പാർത്ഥസാരഥി ഗീതോപദേശം നൽകിയ രൂപമാണ് പാർത്ഥസാരഥിയുടെ രൂപം. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ ആരാന്ന് ഞാൻ ചോദിക്കാറുണ്ട് സദസ്സിൽ. പലരും ഉത്തരം പറയപ്പെടും. ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർ പാർത്ഥസാരഥി തന്നെ. സാരഥി എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം നിങ്ങൾ സാൻസ്ക്രിറ്റ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ, സംസ്കൃതം ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ സാരഥി എന്ന വാക്കിന്റെ അർത്ഥം ഡ്രൈവർ എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വണ്ടിക്ക് ഡ്രൈവറെ വയ്ക്കാറില്ല. കാരണം ഭഗവാൻ ചെയ്ത ജോലിയാണ്. ഭഗവാനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. നിങ്ങളായിരിക്കും തള്ളു പറയുക, അല്ല. ഭഗവാന്റെ എൻ്റെ നാളൊന്നാണ്, അഷ്ടമിയാണ്. അതാണ് ദാസേട്ടന് ഞാനുമായിട്ടുള്ള മാനസിക ബന്ധം. ദാസേട്ടൻ കണ്ണൻ്റെ വലിയ ഡിവോട്ടിയാണ്. അതുകൊണ്ടാണ് കണ്ണൻ്റെ മുമ്പിൽ തന്നെ അമ്മയും ചോറോട് നടത്തുന്നത് ദാസേട്ടന് താല്പര്യം. ഇവിടെ വന്ന് വള്ളസന്ധിയൊക്കെ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ദാസേട്ടനൊരു പാട്ട് സാധാരണ റെക്കോർഡ് ചെയ്യുമ്പം ഇപ്പോഴാണെല്ലാം മിക്സിങ്ങും സംവിധാനങ്ങളും ഒക്കെ വന്നത്. ഇപ്പം നമുക്കറിയാം, ഗംഗേ എന്നുള്ള പാട്ട് ഇവിടെ മിക്സ് ചെയ്ത് ദാസേട്ടൻ പാടിയത് അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് ദാസേട്ടൻ പറയാറുണ്ട്, ഗംഗ എന്നുള്ള കുട്ടികളാരും നീട്ടാൻ ശ്രമിക്കരുത്. കാരണം അത്രയും നീട്ടിയാൽ നിങ്ങളുടെ കാറ്റ് പോകും. അത് നീട്ടിയത് ഞാനല്ല, യന്ത്രമാണ് ദാസേട്ടൻ പച്ചയ്ക്ക് പറയും. പക്ഷെ ഹരിമരീരത്തിലേത് മട്ടുമൊഴി ആദ്യം നിന്നെ തേടി അത് നീട്ടിയത് തന്നെയാണ്. ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ട്. തരങ്ങിണിയിൽ വെച്ചത് റെക്കോർഡ് ചെയ്യുമ്പോൾ കൂടെ. അത് രവീന്ദ്രൻ മാഷ് ഇത്ര സെക്കൻഡ് നീട്ടണമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങോട്ട് കയറി രവീന്ദ്രൻ മാഷ് പറഞ്ഞതിനേക്കാൾ 15 സെക്കൻഡോട് നീട്ടി. എന്നിട്ട് രവീന്ദ്രൻ മാഷോടുള്ള ചെറിയൊരു എന്തായാലും പറയേണ്ടത് ആ ഒരു വികാരം കൊണ്ട് ദാസേട്ട നീട്ടി കഴിയാൻ നിന്നെ തേടി അത് രവീന്ദ്രനോടുള്ള ഒരു പ്രതികാരമല്ല. പ്രതികാരമൊന്നും പറയാൻ പറ്റത്തില്ല. ദാസേട്ടൻ്റെ ഒരു അപ്പൊ അതുകൊണ്ട് കണ്ണൻ ദാസേട്ടൻ്റെ ഭയങ്കര ഡിവോഴ്സ്ഡാണ്. സാധകം ചെയ്യുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഉപയോഗിച്ചിട്ടുണ്ട്. അലൈബായിലെ കണ്ണ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതുവരെ എല്ലാ പാട്ടുകളും ദാസേട്ടൻ പാടുമ്പോൾ റീടേക്ക് എടുക്കേണ്ടി വരത്തില്ല. ഓർക്കസ്ട്രയ്ക്ക് പക്ഷെങ്കിൽ എങ്ങനെ റീടേക്ക് എടുക്കേണ്ടി വരും. മിക്സിങ് വരുന്നതിന് മുമ്പ്
ഓർക്കസ്ട്രയ്ക്ക് എന്തെങ്കിലും വിഷയം പറ്റിയാൽ റീടേക്ക് എടുക്കേണ്ടി വരും. ദാസേട്ടനായിട്ട് റീടേക്ക് ഒരിക്കലും എടുത്തില്ല. പക്ഷെ അലൈവായുവിനെ കാണാം, ദാസേട്ടൻ 5 പ്രാവശ്യം പാടി റീടേക്ക് എടുത്തു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൗണ്ട് എഞ്ചിനീയർ കർണാടക സാറാണ്. ഞാൻ വിചാരിച്ചു ദാസേട്ടൻ എന്തെങ്കിലും കുഴപ്പമാണോ അറിയത്തില്ല. 6ാമതാണ് അലൈവായുതേ കണ്ണാ, അത് പാടിയത് 6ാമത്തെ ടേക്കാണ്. ഇറങ്ങി വന്നപ്പോൾ ഞാൻ ദാസേട്ടൻ അത്ര പ്രാവശ്യം വലിയ സ്നേഹം വരുമ്പോൾ ഏടാണ്ട് വരും, അല്ലെങ്കിൽ ഡോക്ടറെ നേരം പറഞ്ഞില്ല. അത് പാടിയപ്പോൾ കണ്ണൻ എൻ്റെ മനസ്സിൽ കൂടെ വന്നു, അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ദാസേട്ടൻ്റെ ഒരു കാരണം. അപ്പം അതുകൊണ്ട് വളരെ ആഴമായ ഏറെ വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ. ആദ്യം സനാതന ധർമ്മം അതെന്താണെന്ന് ഒന്ന് വ്യവച്ഛേദിച്ച് പറയാൻ ഡെഫിനിഷൻ കനോട്ട് ക്യാരി സനാതന ധർമ്മം. ഡെഫിനിഷൻ കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത ഒന്നാണ് സനാതന ധർമ്മം. ചെറിയ വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചാൽ, ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രം ശ്രമിക്കാനേ കഴിയും. സമസ്ത ലോകത്തിനുമുള്ള നന്മയ്ക്കും ശ്രേയസ്സിനുമുള്ള മാർഗമാണ് സനാതന ധർമ്മം. ഒന്നുകൂടി പറഞ്ഞാൽ സമ്പൂർണമായി സംസ്കരിച്ച ഒരു ഏറ്റവും പൗരാണികമായ പൗരാണികം എന്ന് പറയാൻ പറ്റത്തില്ല, പുരാണത്തിന്റെ കാലമാണ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, അനാദിയായ സംസ്കരിച്ച ഒരു ജീവിത പദ്ധതി, അതാണ് സനാതന ധർമ്മം. അതിലെന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഭാഗം, ഈ ഭൂമിയിൽ ഏതെല്ലാം ആത്മീയ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടോ അതെല്ലാം തന്നെ പറഞ്ഞത് അപ്രകാരം അനുസരിച്ചോളാനാണ് പഠിച്ചത്. ഗ്രന്ഥത്തിൽ എന്തു പറയുന്നു? അണുവട ചോരാതെ അനുസരിച്ചോണമെന്ന് പഠിപ്പിക്കുമ്പോൾ സനാതനധർമ്മം പഠിപ്പിച്ചത് യുക്തിയുക്തമായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നത് മാത്രം എടുത്താൽ മതി. അങ്ങനത്തെ സൂര്യന്റെ ഒരു ധർമ്മമേയുള്ള സനാതനധർമ്മം. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി അന്യതൃണവത്യാജ്യം യദുക്തം പത്മജന്മന. എന്തൊരു ഡത്താണിയാണ് ഇതിന്റെ ആശയം, എന്തൊരു ഡത്താണി പറഞ്ഞ കാര്യത്തിന്. യുക്തിയുക്തം ഉപാദേയം വചനം ബാലകാദപി. ഒരു കൊച്ചുകുട്ടിയാണ് പറയുന്നത്. ത്യാജ്യഗ്രാഹ്യ ബോധമില്ലാത്തൊരു കൊച്ചുകുട്ടിയാണ് പറയുന്നതെങ്കിലും അത് യുക്തിയുക്തമാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം. യുക്തിയുക്തമല്ലാത്ത കാര്യം പത്മജന്മന, ബ്രഹ്മാവ് പറഞ്ഞാലും തൃണവത്യാജ്യമെന്നാണ്, പുല്ലുപോലെ തള്ളിക്കളയാണ് നമ്മുടെ നാടകം. ആ വാക്ക് തന്നെ സംസ്കൃതം തൃണവത്യാജ്യം. ബ്രഹ്മാവ് പറഞ്ഞാൽ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ പുല്ലുപോലെ തള്ളിക്കളഞ്ഞേക്കാൻ തൃണവത്യം. ഈ സ്വാതന്ത്ര്യം തന്നത് സനാതനധർമ്മം അല്ലാതെ വേറൊന്നുമില്ല. അവിടെ കൊണ്ട് തീർന്നില്ല, പാർത്ഥസാരഥിയാണ് ഇരിക്കുന്നത്. ഗീതോപദേശം നമുക്കറിയാം, ആ രൂപമാണ് പാർത്ഥസാരഥിയുടെ രൂപം. ഗീതോപദേശം നടത്തി ഗഹനമായ വിഷയങ്ങളാണല്ലോ നമുക്കറിയാം. മനോരോഗ ചികിത്സ പഠിച്ചൊരു ഡോക്ടറാണ്. ഒപ്പം പല കാര്യങ്ങളുണ്ട്, ചരിത്രവും സാഹിത്യവും സംസ്കൃതവും ഒത്തിരിയുണ്ട്. അതൊന്നും പറയേണ്ട കാര്യമില്ല. പേരിന്റെ കൂടെ ഒരു ബ്രാക്കറ്റും വയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരു ഡിഗ്രി എഴുതാനും സമ്മതിക്കത്തില്ല. ഡിഗ്രി എഴുതിയപ്പെടുന്ന കോളേജിൽ വരെ എഴുതേണ്ടി വരും. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. റൊട്ടിൻഡാ യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഒക്കൾട്ട് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കണം നാം ഓരോന്ന് ബാല്യം തൊട്ട് നിരന്തരം പഠിത്തം മതിയാക്കിയിടാം പ്രാണൻ മേനി വിടുന്നതാണ്. അതുവരെയും പഠിക്കണം, മരിക്കുന്നവരെയും പഠിക്കണം. മരിക്കുമ്പോഴും ഒരു കാര്യം പഠിക്കണം, എങ്ങനെയാണ് മരിക്കുന്നത്. അപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മനോരോഗ ചികിത്സ പഠിക്കുമ്പോൾ ഡോക്ടർ ശാന്തകുമാർ കേരളം കണ്ട ഏറ്റവും വലിയ മനോരോഗ ചികിത്സകൻ പോരാ, ഇന്ത്യ കണ്ട ഒന്നാന്തരം ക്ലാസ് 1 സൈക്യാട്രിസ്റ്റുകൾ ഒന്നാണ് ഡോക്ടർ ശാന്തകുമാർ സാർ. സാറ് പഠിപ്പിക്കുമ്പോൾ കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു മാനസിക രോഗ ബാധിതന, മാനസിക രോഗമെന്ന് ഞങ്ങൾ പറയാറില്ല, അത് രോഗമല്ല.
അപ്സെറ്റ്നെസ് ആണ്, മാനസികമായ തിരിമറിച്ചിലാണ്. മാനസികം എന്നുള്ളത് രോഗമൊന്നുമല്ല. അങ്ങനെ വരുന്നവരോട്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവരെ വിഷയം കേട്ടറിഞ്ഞവരെ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നാമത് പഠിപ്പിച്ച ആദ്യത്തെ മനോരോഗ ചികിത്സകൻ അടിച്ചിരിക്കേണ്ട ഒന്നാമത്തെ നിയമം പഠിപ്പിച്ചത് ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. മാനസിക സമ്മർദ്ദമായി ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ആ വാക്ക് പറയാത്ത മലയാളികൾ ആരുമില്ല. മഴ പെയ്തപ്പോൾ സ്കൂളിന്റെ മുറ്റത്ത് കയറി നിന്നില്ലാത്ത വല്യമ്മമാര് പോലും പറയുന്നൊരു വാക്കുണ്ട്, ടെൻഷൻ. ഞാൻ അത് പറയാത്ത മലയാളിയില്ല. വാക്കിന്റെ അർത്ഥം പോലും അറിഞ്ഞുണ്ടെങ്കിലും പറയും ടെൻഷൻ, മുടിഞ്ഞ ടെൻഷൻ. ആ 90 വയസ്സുണ്ട് വല്യമ്മയുടെ ഒരു ബന്ധുവാണ്. അവരെ കാണാനായിട്ട് ഞാനും എൻ്റെ അനിയനും എല്ലാം കൂടെ കുറെ സമ്മാനം എല്ലാം കൊണ്ടുപോയി. അതിലെ ചാരിയിരിക്കുക, 90 വയസ്സുണ്ട്. എന്തായാലും പറയാം, എടാ ഡാക്കിട്ടനെ, അങ്ങനെ വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അങ്ങനത്തെ ബന്ധമാണ്. എടാ ഡാക്കിട്ടനെ, എനിക്ക് മുടിഞ്ഞ ടെൻഷനാണ്, 90-ാമത്തെ വയസ്സിൽ ടെൻഷനാണ്. ടെൻഷൻ എന്നല്ല മനോരോഗ ചികിത്സ സയന്റിഫിക് ആയിട്ട് പറയുന്ന സ്ട്രെസ്സാണ്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ട്രോമ റിലേറ്റഡ് ഡിപ്രഷൻ, ഇങ്ങനെ കുറേ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുമായി ഒരു മെന്റൽ ഡിസോർഡർ എന്ന് പറയും, മെന്റൽ ഡിസീസ് എന്ന് പറയില്ല. ക്രമം തെറ്റൽ, മാനസിക ക്രമം തെറ്റൽ. അതിനെ ക്രമപ്പെടുത്താനുള്ള ചികിത്സയ്ക്ക് ഒന്നാമതായി മനോരോഗ വിദഗ്ധൻ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ തത്വം, ഈ മാനസികമായ അപ്സെറ്റ്നെസ്സിനോടുകൂടി നമ്മുടെ അടുത്ത് വരുന്നവരെ ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ, തടസ്സം കൂടാതെ ശ്രദ്ധിക്കണം. ഇതെന്റെ ഗുരുനാഥൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാണ്ടോ പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഈ പറഞ്ഞത് ഒന്നാമത്തെ നിയമമാണെങ്കിൽ ലോകത്തിലെ ഒന്നാമത്തെ സൈക്കോതെറാപ്പി ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. എന്താ കാര്യം? കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്ന അർജുനൻ, എതിർഭാഗത്ത് നിൽക്കുന്ന ഗുരുക്കന്മാർ, ബന്ധുമിത്രാദികൾ, അങ്ങനെയുള്ളവരെ എല്ലാം കണ്ടപ്പോ തളർന്നു താഴെ വീണുപോയി. നമ്മൾ സ്കൂളിൽ പഠിച്ചു, എത്താടത്തിൽ തളർന്നു നീ വീണപ്പോൾ വെപ്പിച്ചു കൊണ്ടതും ഞാനല്ലോ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ. ആ വരികൾ ഏറ്റവും പ്രസിദ്ധമാണ്. ക്ലൈബ്യം മാസ് മഗമ പാർത്ഥ നൈലത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. അധർമ്മചാരികളെ മുഴുവൻ അമർച്ച ചെയ്യാൻ കഴിവുള്ള അജാനുബാഹുവായ ഓ അർജുന, ക്ലൈബ്യം, ആണും പെണ്ണും കെട്ട രീതിയിലുള്ള ക്ലീബത വെടിഞ്ഞ്, ക്ലൈബ്യം മാസ് മഗമ പാർത്ഥ നൈലത്വയി ഉപപദ്യതേ. അത് അങ്ങനെ തളർന്നു വീഴേണ്ട ആളല്ല നീ. അതുകൊണ്ട് എന്ത് വേണം? ഹൃദയ ദൗർബല്യം, അതാണ് ഡിപ്രഷൻ. ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നതാണ് മനഃശാസ്ത്രം പറയുന്ന ഡിപ്രഷൻ. ആ ഹൃദയ ഡിപ്രഷൻ ഉപേക്ഷിച്ച് എഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ ഭഗവാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാരംഭഘട്ടം മുതൽ ഇങ്ങോട്ട് ആലോചിക്കണം. ലോകം കണ്ട ഏറ്റവും പഴക്കമേറിയ ഏറ്റവും സമഗ്രമായ സൈക്കോതെറാപ്പി ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. കാരണം പറഞ്ഞല്ലോ, ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, മാനസിക സമനില തെറ്റിയവർ, അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കു കയറാതെ തടസ്സപ്പെടുത്താതെ അവരെ സശ്രദ്ധം വീക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായം. ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം. ഭഗവത്ഗീത വീട്ടിൽ ചെന്നിട്ടൊന്ന് മറിച്ച് നോക്കണം. എല്ലാ വീട്ടിലും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറയേണ്ടി വരും. അതാണ് അതിന്റെ ഒരു ഗതികേട് പറയുന്നത്. ഒരു ക്രിസ്ത്യൻ കൺവെൻഷനിൽ പ്രസംഗിച്ചാൽ ബൈബിള് വീട്ടിലുണ്ടോ എന്ന് ചോദിക്കേണ്ട, എത്ര കോപ്പി ഉണ്ടെന്ന് ചോദിച്ചാൽ. ഒരു മുസ്ലിം മതപ്രഭാഷണത്തിൽ ഖുർആൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കേണ്ട, എത്ര കോപ്പി ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, അല്ലേ? ഈ സമുദായത്തോട്, ഈ സമൂഹത്തോട് സംസാരിക്കാൻ ഗീത ഉണ്ടോ എന്ന് ചോദിക്കണം. കാണും, മിക്കവാറും വീട്ടിൽ കാണും. അപ്പൊ ചെന്നിട്ടൊന്ന് മറിച്ചു നോക്കണം. ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദയോഗം.
ഭഗവാനാണ് ഭഗവത്ഗീത അവതരിപ്പിച്ചതെങ്കിൽ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഉടനീളം ഒന്നാമത്തെ അധ്യായം ആദ്യന്തം നോക്കിയാൽ അർജുനൻ പറഞ്ഞു ഭഗവത്ഗീത ഭഗവാന്റെ അല്ലേ, ഭഗവാനല്ലേ പറയേണ്ടത്. ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വേണ്ടിയിട്ടേ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഭഗവാൻ. ഭഗവത്ഗീത മനസ്സ് അറിയാവുന്ന ഒരാൾ കൂടുതൽ ഇരിക്കുന്നത് എനിക്കറിയാം. അത് വാങ്ങി വെക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചെറുതാക്കാനോ പരിഹസിക്കാനോ അല്ല. മക്കളെ പഠിപ്പിക്കണം. ഭഗവത്ഗീതയും സനാതന ധർമ്മവും മക്കളെ പഠിപ്പിച്ചാൽ വലിയ ഗുണമെന്ന് പറയുന്നത് വാർദ്ധക്യകാലത്ത് നമ്മളെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുക. അത്രയെങ്കിലും ഒരു ഗുണമുണ്ടാകും. അച്ഛനാരെന്നോ അമ്മയാരെന്നോ പഠിക്കുന്ന ഒരാൾക്കും അതിന് കരുത്ത് വരില്ല. ഭഗവാനല്ലേ ഇവിടെ ഉള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു നാടൻ പെണ്ണ്, ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണ് വടിയെടുത്ത് അടിക്കാൻ ചെന്നപ്പോ ആ വടിയെ പേടിച്ച് കുടിലിന്റെ മുന്നിൽ വട്ടം ഓടിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ദേവലോകം മുഴുവൻ പരിഭ്രമിച്ച് നോക്കി നിന്നു. ഇന്ന് നരസിംഹാവതാരമാണ് ഇവിടുത്തെ ചാർത്ത് തന്നെ. നരസിംഹാവതാരമായ ഉഗ്രമൂർത്തിയായി വന്ന നരസിംഹാവതാരം ഉൾപ്പെടെയുള്ള അവതാരങ്ങൾ എടുത്ത ഭഗവാൻ ഒരു പെണ്ണിന്റെ വഴിയെ പേടിച്ച് കുടിലിന് വട്ടം ഓടുന്നു. ആ പെണ്ണ് നിസ്സാരമല്ല, യശോദയാണ്. അമ്മയാരെന്ന് പഠിപ്പിക്കുക. അമ്മ വഴിയെടുത്തപ്പോ കുടിലിന് മുമ്പിൽ ഓടണമെന്നാണ് നരനാരായണൻ പഠിപ്പിച്ചത്. ഇത് പഠിക്കുന്ന ഒരു കുഞ്ഞും അമ്മയെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല, വൃദ്ധസദനത്തിലാക്കില്ല. കൂടാനുകൂടി ഉദാഹരണങ്ങളാണ്. ഇതെല്ലാം പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് വളരെ ചുരുക്കി പറയാം. അതുകൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഒന്നാം അധ്യായം മുഴുവൻ ഭഗവാൻ മിണ്ടുന്നതേയില്ല. അർജുനൻ പറഞ്ഞു. ഭഗവാൻ കേട്ടുകൊണ്ടിരുന്നു. എന്താ കാര്യം? ഡിപ്രസ്ഡ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ വന്ന മാനസിക സമ്മർദ്ദമായ ഒരാളുമായി നിങ്ങൾ സംവദിക്കുമ്പോൾ ആ മാനസിക സമ്മർദ്ദം മാറ്റാതിരിക്കുന്ന ഡോക്ടറെ ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ, തടസ്സം കൂടാതെ ശ്രദ്ധിക്കണം. ലൈബനീസ്, സ്പിനോസ, ബ്രാഡ്മാൻ, സിഗ്മണ്ട് ഫ്രോയിഡ് തുടങ്ങിയ മനഃശാസ്ത്രജ്ഞന്മാർ 18, 19, 20 നൂറ്റാണ്ടുകളിൽ പറഞ്ഞ കാര്യം ആയിരക്കണക്കിന് വർഷത്തിനപ്പുറം ഭഗവത്ഗീതയിൽ പ്രവർത്തിച്ചു കാണിച്ചത്. അർജുനന്റെ വിഷാദം മുഴുവൻ മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കാൻ ഒരു മനസ്സ് മനുഷ്യനുണ്ടായാൽ ഒരു പ്രശ്നങ്ങളും ഇവിടെ വരത്തില്ല. ഒരു കുടുംബത്തിനും അടിപിടി കലഹങ്ങൾ ഉണ്ടാകത്തില്ല. ഒരു സാമൂഹിക പ്രശ്നങ്ങളും വരില്ല. തന്റെ പങ്കാളി പറയുന്നത് കേൾക്കാൻ ഭാര്യയും ഭർത്താവും തയ്യാറായാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കേൾക്കില്ല. The greatest failure in our relationship is we listen half, understand quarter, think zero and react double. മനഃശാസ്ത്രമാണ്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന പ്രധാന കാരണം the greatest failure എന്ന മനഃശാസ്ത്രം വിലയിരുത്തിയത്. ഏറ്റവും വലിയ പരാജയം ഭാര്യ പറയുമ്പോഴും ഭർത്താവ് പറയുമ്പോഴും we listen half, പകുതി ശ്രദ്ധിക്കും, മുഴുവൻ ശ്രദ്ധിക്കില്ല. അണ്ടർസ്റ്റാൻഡ് ക്വാർട്ടർ, ആ പറയുന്ന കാര്യം കലഹം കൂടുന്ന സമയത്ത് ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും ഒരു കാൽ ഭാഗം മനസ്സിലാക്കും. ബട്ട് തിങ്ക് സീറോ, ആ പറഞ്ഞ കാര്യം ചിന്തിക്കത്തേയില്ല. റിയാക്ട് ഡബിൾ. അതിന് പരിഹാരമാണ് ഭഗവത്ഗീത. ലിസൺ വിത്തൗട്ട് ഇന്ററപ്ഷൻ. തടസ്സം കൂടാതെ ഭർത്താവ് പറയുന്ന ഭാര്യ ഒന്ന് കേട്ടോണ്ടിരിക്കട്ടെ, ഭാര്യ പറയുന്ന ഭർത്താവ് കേട്ടോണ്ടിരിക്കട്ടെ, പ്രശ്നമില്ല. അർജുനന്റെ വിഷാദം മുഴുവൻ ഒന്നാം അധ്യായം കേട്ടു. രണ്ടാമത്തെ അധ്യായത്തിൽ ആ വിഷാദത്തിന് മറുപടിയായി ഭഗവാൻ 2 ശ്ലോകത്തിൽ മറുപടി പറഞ്ഞു. അർജുനൻ പിന്നെ 3 ശ്ലോകത്തിൽ പരാതി പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുമോ കേട്ടോണ്ടിരിക്കുക? ഇത്രയും നേരം നീ അല്ലേ പറയുന്നത്, ഞാൻ പറയും, നീ കേൾക്കട്ടോ അല്ലേ? ഭഗവാൻ പറഞ്ഞു, അർജുന പറയൂ, നീ പറയൂ. അങ്ങനെ ചോദ്യം ഉത്തരം എല്ലാം കഴിഞ്ഞ് അവസാനമൊക്കെ വിശദീകരിച്ചതിന് ശേഷം അർജുന, ഞാൻ വെറും യാദവനായ ഒരു കൃഷ്ണനല്ല, ഞാൻ ആരാണെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. വിശ്വരൂപവും കാണും. ഇത്രയും നടന്നതിനു ശേഷം
കമ്പോട് കമ്പ് സർവവിജ്ഞാനങ്ങളും പകർന്നു നൽകി വിശ്വരൂപം പ്രദർശിപ്പിച്ചതിനു ശേഷമാണ് ഭഗവത്ഗീത സനാതന ധർമ്മത്തെ ഞാൻ ഏറ്റവും അംഗീകരിക്കുന്ന ഒരു ശ്ലോകം പറഞ്ഞത് അവിടെയാണ്. ഭഗവാൻ പറഞ്ഞു, ഇതിനെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരമയ. അതാണ് പ്രയോഗം. അർജുന, നിനക്ക് ഞാൻ ഒരുപാട് അറിവുകൾ തന്നു. വെറും അറിവുകളല്ല, പിന്നെയോ ഇതിനെ ജ്ഞാനം ആഖ്യാതം ഗുഹ്യതരം, നിഗൂഢമായ നിഗൂഹനം ചെയ്ത ഒരുപാട് അറിവിന്റെ ഭണ്ഡാകാരം നിനക്ക് ഞാൻ തന്നു. പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം നീ അങ്ങനെ തന്നെ അനുസരിക്കരുത്. ഇങ്ങനൊരു സ്വാതന്ത്ര്യം ലോകത്തിൽ വേറെ ഏതെങ്കിലും ആത്മീയത്തിൽ തരുമോ? ഞാൻ പറഞ്ഞത് അർജുന, നീ അങ്ങനെ വിശ്വരൂപം കാണിച്ചിട്ടാ പറഞ്ഞ. ഞാൻ പറഞ്ഞ നീ അങ്ങനെ തന്നെ അനുസരിക്കരുത്. പിന്നെന്ത് വേണം? അശേഷണ. ബുദ്ധിക്കുള്ളിലിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ വിമർശിച്ചു നോക്കണം. എന്നിട്ട് ശരിയാണെന്ന് തോന്നിയാൽ യഥാ ഇച്ഛസി തഥാ ഗുരു. അർത്ഥസാരഥി പറഞ്ഞതാ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. പറഞ്ഞ കാര്യമെല്ലാം ബുദ്ധിയുടെ മൂർച്ചയിലിട്ട് നീട്ടിയെടുത്ത് അത് ശരിയെന്ന് തോന്നിയാൽ നിനക്ക് പ്രവർത്തിക്കാം. സഹാറ മരുഭൂമി പോലെ ഈ സ്വാതന്ത്ര്യം അനുവദിച്ചത് സനാതന ധർമ്മത്തിന് ആണിക്കലായ ഭഗവത്ഗീത. ഇതാണ് സനാതന ധർമ്മം. അനാദിയായ സംസ്കരിച്ചൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതി മാത്രമല്ല, അത് അത്യന്താധുനികവും ആണ്. ആർക്കും ഒന്നും അതിൽ പാടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. ഗിരിനിലകളുടെ ഗരിമയും അലയാളിയുടെ ആഴവും മഹാവിഭായസിന്റെ വിശാലതയുമുള്ള ഒരു പ്രായോഗിക ദർശനം, അതാണ് സനാതന ധർമ്മം. ഈ വിശാലതയുടെ മൂലയ്ക്കുന്ന ഒരു കഷണം എടുക്കാൻ പോലും നമ്മെ കൊണ്ട് പറ്റത്തില്ല. മറിച്ചും തിരിച്ചും മറിച്ച് ഉപനിഷത്തുകൾ കഴിയാവുന്നിടത്തോളം സംസ്കൃത ഭാഷയുടെ മലയാളക്കാരുടെ അവസാന വാക്കായിരുന്ന ബാലരാമ പണിക്കർ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ മഹാഗുരു സ്വാമി ചിന്മയാനന്ദജിയാണ് പണിക്കർ സാറിന്റെ അടുത്ത് പോയി സംസ്കൃതം പഠിക്കാൻ പറഞ്ഞിട്ട് ചിന്മയാനന്ദജി അംഗീകരിക്കുന്നെങ്കിൽ ഇത് ആരാ നിങ്ങൾ ആലോചിക്കുന്നത്? ആ ഉപനിഷത്തിന്റെ ഗഹ്വരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സത്യമായും പാർത്ഥസാരഥി മുമ്പിൽ എന്ന് പറയാ, മനസ്സറിയാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട് 1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ. 1000 കൊല്ലം ആയുസ് കിട്ടിയാൽ ഇതൊക്കെ ഒന്ന് വായിക്കാം, പഠിക്കണേ. പിന്നെയും ഹ്രസ്വമായൊരു ജീവിതം. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല. ഭഗവാന് പൂന്താനത്തിന് വലിയ ഇഷ്ടമല്ലേ? ഇങ്ങനത്തെ 2 പൂന്താനം വരി പാടിക്കളല്ലേ? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കാണും തടിക്കൂ വിനാശവും ഇന്ന നേരമന്നേരും അറിഞ്ഞില്ല. അങ്ങനത്തെ പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് പണ്ട് ഗുരുവായൂർ ദിവസത്തിന്റെ ഒരു പഴയ പ്രസിഡന്റ് കോടതിയിൽ അഭിപ്രായപ്പെട്ടു. അതിനെതിരെ ഞാൻ പ്രതികരിച്ചത് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. പലരും ചിലപ്പോൾ കണ്ടു കാണും. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പത്രം ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ കാണുന്നു, ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു, സത്യവാങ്മൂലം. എന്താണ് സത്യവാങ്മൂലം? പൂന്താനം എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല. ഗുരുവായൂർ ദേവസ്വം മണിയടിക്കുന്നു കറക്റ്റ്. ഇത് വായിച്ചിട്ട് ഞാൻ കുറെ ദിവസം 1.5 മാസം നോക്കിയിരുന്നു. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ അറിയാം. ഒറ്റയാളും പ്രതികരിക്കുന്നു. ഞാൻ ആലോചിച്ച്, ഹിന്ദു സഹോദരങ്ങൾ എത്ര പാപങ്ങളാണ്. പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. അന്ന് പ്രശസ്തരായ പല പ്രഭാഷകരും കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. തത്വമസിയുടെ ഉപജ്ഞാതാവൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. തത്വമസി എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിന്റെ തത്വമസിയല്ല, പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ്. ആരും പ്രതികരിക്കും. നമ്മളത് ചിന്തിച്ചു നോക്കേ. ഒരു മുസ്ലിം സിദ്ധൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും അവിടെ വിട്ട് കൊടുക്കണ്ട, പ്രസംഗിച്ചാൽ മതി. വൈകിട്ടാ വീട്ടിൽ ചെല്ലും. ചിലപ്പോ കയ്യും കാലും കാണും. ഒരു ക്രിസ്ത്യൻ പുണ്യാളൻ ജീവിച്ചിരുന്നില്ല പറഞ്ഞാൽ അവനെ തെരുവിലിറങ്ങത്തില്ല. കണികകളിൽ കടലിരമ്പം ശ്രദ്ധിച്ച ഭഗവാന്റെ പ്രിയദാസൻ
സപ്താഹം നടത്തിയപ്പോ ഭഗവാൻ തന്നെ നേരിട്ട് പോയി സപ്താഹം നടത്തിയെന്നും ഭക്ഷണം വിളമ്പിയ കഥയൊക്കെ ഉണ്ട് പൂന്താനത്തെ സംബന്ധിച്ച്. അങ്ങനത്തെ പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. എനിക്ക് അന്നത്തെ ഗുരുവായൂർ ദിവസം പ്രസിഡന്റിലേക്ക് പരിചയമില്ല, എങ്ങനെ പ്രതികരിക്കണമെന്ന് ആലോചിച്ചു. ഇയാൾക്ക് ഒരു കത്തെഴുതാമെന്ന് വിചാരിച്ചു. അഡ്രസ് എളുപ്പമല്ലേ, പ്രസിഡന്റ് ഗുരുവായൂർ ദിവസം എഴുതിയ കത്താണ് വിചാരിച്ചു. പോസ്റ്റ് ഓഫീസിൽ ഞാൻ ആദ്യം ഒരു ഇല്ലന്റ് വാങ്ങിച്ചു. അപ്പൊ എനിക്ക് തോന്നി ഇല്ലന്റിൽ എഴുതിയ ഇയാൾ മാത്രമല്ലേ കാണും, ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പോസ്റ്റ് ബിസിനസിന്റെ ഇല്ലന്റ് തിരികെ കൊടുത്തിട്ട് പറഞ്ഞ ഒരു കാർഡ് തരാൻ. അപ്പൊ അവര് പറയാ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നതൊന്നും തിരിച്ചെടുക്കത്തില്ല, തൂമ്പാട് സ്വഭാവമാണ്, ഇങ്ങോട്ട് വെട്ടിയെടുക്കുന്നതല്ലാതെ അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി പോസ്റ്റ് ഓഫീസിൽ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇതിരിക്കട്ടെ, വേറെ ആർക്കെങ്കിലും ആയിരിക്കും. ഒരു കാർഡ് തന്നാട്ടുന്നു, ഒരു കാർഡ് വാങ്ങിച്ചു. കാർഡിൽ ഒരു ചുമന്ന മാർക്കർ പേന കൊണ്ട് എഴുതി. ഇതിനെന്തറിയോ, ഈ കാർഡ് പോസ്റ്റ് ചെയ്യുന്ന കുന്നിക്കോടാണ് എന്റെ നാട്, കൊട്ടാരക്കരയ്ക്ക്. അവിടുത്തെ പോസ്റ്റ് ബിസിനസും പോസ്റ്റ് ഉദ്യോഗസ്ഥരും വായിക്കും. ഇത് ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പോസ്റ്റ് ജീവനക്കാരും വായിക്കും. മേശപ്പുറത്ത് കിടക്കും, വരുന്നവരും പോകുന്നവരും വായിക്കാം. അങ്ങനെയെങ്കിലും കുറെ പേര് കാണുമല്ലോ. അതുകൊണ്ട് ചുമന്ന മാർക്കർ പേന കൊണ്ട് കാർഡിന്റെ പുറത്തെഴുതി, ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിന് ഇന്ന ദിവസത്തെ ഇത്രാം തീയതിയിലെ ഇന്ന പത്രത്തിൽ താങ്കൾ ഇന്ന കോടതിയിൽ ചെന്ന് പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്നൊരു സത്യവാങ്മൂലം കൊടുത്തതായി ഞാൻ വായിച്ചു. അപ്പോൾ ഈ ജ്ഞാനപ്പാൻ എഴുതിയത് തന്റെ അച്ഛനാണ്. അങ്ങനെ എഴുതി. ചോദിക്കേണ്ടത് അച്ഛനെന്നല്ല, മറ്റേ തായാണ്. അതെനിക്ക് പറയാൻ സംസ്കാരം അനുവദിക്കാത്തത്. തന്റെ അച്ഛനാണോ എന്ന് എഴുതി. പക്ഷെ അത് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രസംഗിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അതാരോ വീഡിയോ എടുത്തിട്ട് ക്ലിപ്പ് ചെയ്ത് അങ്ങ് വിട്ടുകൊടുത്ത് വൈറലായി. ലോകത്തിന്റെ ഏത് രാജ്യത്തെ പ്രസംഗിക്കാൻ പോയാലും ആളുകളെല്ലാം പറയാ പൂന്താനത്തിന് എതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വൈറലായ നന്നായി. അത് കാരണം പിന്നെ പൂന്താനം ഇല്ല, ആരും തിരിച്ചറിയാതെ റോഡേ പോയാൽ പോലും നിലമ്പൂരിന് പെരിന്തൽമണ്ണയ്ക്കും ഇടയ്ക്കാണ്. പെരിന്തൽമണ്ണ നമ്മൾ കുറച്ച് നീങ്ങുമ്പോൾ ഇടതുവശത്താണ് ഈ പൂന്താനം. ഇല്ലോ പറമ്പില്ല, കാട് കയറി കിടക്കുന്ന എവിടാന്ന് പൂന്താനം സ്ഥലപ്പേര് വെച്ചിട്ടുണ്ട്. അന്വേഷിക്കണമായിരുന്നു. ഇപ്പൊ ആരും അന്വേഷിക്കണ്ട. ഇതങ്ങ് വൈറലായി, ജനങ്ങളിറങ്ങി, ചെറുപ്പക്കാരിറങ്ങി, പ്രശ്നങ്ങളായി, സമരമായി, മുദ്രാവാക്യമായി. ഇവൻ കോടതി അവിടെ പിൻവലിച്ചു. ഇവൻ എന്തിനാ അവിടെ വിട്ട് കൊടുത്തെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് പൂന്താന ഇല്ലം വക കുറെ ഏക്കർ വസ്തു ഇയാളുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല എന്ന് കോടതിയെ തെളിയിച്ച വസ്തു അടിച്ചു മാറ്റാം. അതാണ് ഈ കാണാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് പ്രതികരണം ഉണ്ടായി. പിന്നെ അവിടെ എല്ലാം മതിലൊക്കെ കെട്ടിത്തിരിച്ച് വളരെ നന്നായി പോട്ടെ. ആ പൂന്താനം പറഞ്ഞതാണ്, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നി കാണും തടിക്കൂ വിനാശവും, ഇന്ന നേരം വന്നേതും അറിഞ്ഞില്ല. അതുകൊണ്ട് ഈ കുറഞ്ഞ പ്രായം കൊണ്ട് ഇതൊന്നും വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിന്റെ ഭേദത്തിലാണ് ഞാൻ തത്വമസി. അതുപോലുള്ളത് ലോകാസമസ്ത സുഖിനോ ഇതൊക്കെ നമുക്കറിയാം. ഈ തത്വങ്ങളെല്ലാം തന്നെ ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള ഉള്ളതെല്ലാം വൈഖരികളാണ്. എന്താണ് വൈഖരി? മാണ്ഡൂക്യോപനിഷത്ത് പറയുന്നത് വൈഖരി എന്നാണ്. മാണ്ഡൂക്യോപനിഷത്തിന്റെ 12-ാം അധ്യായത്തിലെ 9, 10, 11 ശ്ലോകങ്ങൾ വൈഖരി എന്താണെന്ന് അവതരിപ്പിക്കുന്നത്. സനാതന ധർമ്മത്തിന്റെ കൂട്ടാനുകൂടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതെല്ലാം വൈഖരികളാണ്. ആ വൈഖരി എന്ന് പറഞ്ഞാൽ അത് ഭാഷയുടെ ജാഗ്രതാവസ്ഥയാണ്, ചിന്തയുടെ ശബ്ദരൂപമാണ്, ധ്വന്യാത്മകതയുടെ ഭാഷാ വിഭാഗമാണ് വൈഖരി. ഈ ശ്ലോകം എല്ലാം കൂടി പറയാൻ സമയമില്ല. ഒരു ശ്ലോകം മാത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഒരു വൈഖരി ഉണ്ടാകുന്നത് എവിടെയാണ്? പര, അതിന്റെ ആദ്യരൂപം, വൈഖരിയുടെ ആദ്യരൂപം പര. പര വാഗ്മൂലചക്രസ്ഥ. മൂലാധാരത്തിലാണ് ഒരാശയം ആദ്യം ഉദിക്കുന്നത്. മൂലാധാരത്തിൽ. അതെന്താണെന്നൊക്കെ പറഞ്ഞു വരാൻ അറിയാവുന്നവർ ധാരാളമുണ്ട്. പറഞ്ഞു അവതരിപ്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആദ്യരൂപം, വൈഖരിയുടെ ആദ്യരൂപം പര, അത് ഉണ്ടാകുന്നത് മൂലാധാരത്തിലാണ്. പശ്യന്തി നാഭിസ്ഥിത ഭവിഷ്യത്ത് പറയുന്നു. ആ ചെറിയ ആശയം കുറച്ചുകൂടി വലുതായി വലുതായി വരുമ്പോൾ അത് നാഭിസ്ഥമാകും.
ഹൃദിസ്ഥ മധ്യമാജ്ഞേയ. അത് ഹൃദയത്തിലേക്ക് ആശയം വരുമ്പോൾ അത് മധ്യമമാകും. വൈഖരി ഖണ്ഡ സ്ഥാപിത. കഴുത്തിലാണ് വൈഖരി. അവസാനം ഈ ചെറിയ ഒരു ബീജമായി തീർന്ന ഒരു മഹാ ആശയം ഉയർന്നുയർന്നുയർന്നുയർന്നുയർന്ന് വാക്കുകളായി വരുമ്പോൾ അതാണ് വൈഖരി. വൈഖരികളാണ് ഉപനിഷത്തുകൾ, വൈഖരികളാണ് പുരാണങ്ങൾ, വൈഖരികളുടെ വൈഖരിയാണ് ഭഗവത്ഗീത. നട്ഷൽ വളരെ ചെറുതായി പറഞ്ഞത് എലാബറേറ്റ് ചെയ്ത ജന്മം മുഴുവൻ പറഞ്ഞാൽ അവസാനിക്കാത്തത് അതാണ് ഉപനിഷത്ത്. അതിലാണ് തത്വമസി പറഞ്ഞത്. ചാന്തോക്യ ഉപനിഷത്തിന്റെ 6-ാം അധ്യായം 1-ാം ഖണ്ഡം മുതൽ തുടങ്ങുന്നു. ശ്വേതകേതുവിനോട് തന്റെ പിതാവ് ചോദിക്കൂ, 12-ാം വയസ്സിൽ പഠിക്കാൻ പോയി 24 വയസ്സിൽ പഠിച്ച് തിരിച്ചു വന്നു. പിതാവ് ചോദിച്ചു, നിന്റെ ഗുരു എല്ലാം പഠിപ്പിച്ചോ? എന്റെ ഗുരു മഹാജ്ഞാനി, എല്ലാം പഠിപ്പിച്ചു 12 വർഷം കൊണ്ട്. അപ്പോഴാണ് ഉദ്ദാലകൻ എന്ന മഹർഷി മകൻ ശ്വേതകേതുവിനോട് ചോദിക്കുന്നത്, എല്ലാം പഠിച്ചോ മക്കളെ? 24 വയസ്സുണ്ട് ഇപ്പോ. എല്ലാം പഠിച്ചു. ഇന്നത്തെ മനുഷ്യന്റെ തോന്നൽ എല്ലാം പഠിച്ചു എന്നുള്ള തോന്നല്ലേ? അപ്പൊ ചോദിക്കുന്നു, ഉദ്ദാലക മഹർഷി ചോദിക്കുന്നു മകൻ ശ്വേതകേതുവിനോട്, എന്തു കേട്ടാൽ ഇനിയൊന്നും കേൾക്കണ്ട എന്ന് തോന്നുന്നത് പഠിച്ചോ? എന്തനുഭവിച്ചാൽ ഇനിയൊന്നും അനുഭവിക്കണ്ട എന്നത് പഠിപ്പിച്ചോ? എന്തറിഞ്ഞാൽ ഇനിയൊന്നും അറിയണ്ട എന്നത് പഠിപ്പിച്ചോ? ഇതിന്റെ എല്ലാം സംസ്കൃത ശ്ലോകം ആശയം പറഞ്ഞാൽ നേരം വെളുത്താലും തീരും. അതാ ഞാൻ പറഞ്ഞു, ഉപനിഷത്ത് വായിക്കുമ്പോൾ ഞാൻ 1000 കൊല്ലം ആയുസ് കിട്ടുന്നതിന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മകൻ പറഞ്ഞു, ശ്വേതകേതു പറഞ്ഞു, അത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നീ എല്ലാം പഠിച്ചെന്ന് പറയാൻ എന്തുകൊണ്ട് അഹങ്കാരമാണോന്ന് പിതാവ് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. 1-ാമത്തെ ഖണ്ഡത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഏതൊന്നിന്റെ രൂപമറിയാൻ മൃണ്മയജ്ഞാനം മതി. ചുരുക്കി പറയാ, ഞാൻ വളരെ ചുരുക്കി. ലോഹത്തിനെ കുറിച്ചുള്ള ഏതും പഠിക്കാൻ ലോഹജ്ഞാനം മതി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു. 1-ാം ഖണ്ഡം. 2-ാം ഖണ്ഡത്തിലായപ്പോഴത്തേക്ക് പിന്നെ അങ്ങനെ പറഞ്ഞ് 13-ാമത്തെ ഖണ്ഡത്തിലാണ് തത്വമസി എന്ന വാക്ക് വന്ന് ചാന്തോക്യ ഉപനിഷത്തിലാണ്. ആ ഉപനിഷത്തിന്റെ വാക്യമാണ് തത്വമസി. കാനനവാസന്റെ ഗോപുരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചതുരാക്ഷരി ഈ തത്വമസിയാണ്. ആശയങ്ങൾ പറയുമ്പോൾ പലരും പ്രസംഗിക്കുന്നുണ്ട്, തത്വമസി എന്ന് പറയാം, അത് നിന്നിലുണ്ടെന്ന്. അല്ല, സംസ്കൃതം അറിയാത്തവർ ആരോ എഴുതി പഠിപ്പിച്ചതാണ്. അത് നീ എന്ത് അന്വേഷിക്കുന്നു? അത് ത്വം, നീ അസി, നീ തന്നെ. അത് നിന്നിലുണ്ടെന്നല്ല, അത് നീ തന്നെ. അത് നിന്നിലുണ്ടെന്നല്ല, അത് നീ തന്നെ. അതിന് ഉദ്ദാലക മഹർഷി പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. 12 ഖണ്ഡങ്ങളായി പറയുന്ന ഓരോന്നും എടുത്ത് വിശദീകരിക്കാനുള്ള സമയം ചുരുക്കമാണ്. പറഞ്ഞാൽ അവസാനിക്കില്ല. ഒത്തിരി ഒത്തിരി ഒത്തിരി. അതിനകത്ത് വൃക്ഷങ്ങളെ പറ്റി പറയുന്നു. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, വിത്ത്, ഈ 4 എണ്ണത്തിനും 3 അന്തര്യാമികളായ രൂപങ്ങളുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇത് ഉപനിഷത്ത് പഠിപ്പിച്ചു വരുമ്പോഴാണ് തീ നമ്മൾ നോക്കുമ്പോൾ അഗ്നി ജ്വാല അല്ല, അതിൽ 3 ഭാവങ്ങൾ വേറെ ഉണ്ട്. അതിന്റെ തേജോമയമായ രൂപം കൂടാതെ അത് ജലസാന്നിധ്യമുണ്ട്. തീയുടെ ഉള്ളിൽ ജലസാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് പുകയുന്നത്. എത്ര എത്ര ധൂമം തത്ര വന്നി. ഇനിയും അതിന്റെ ഉള്ളിൽ ഭൂമിയുടെ അംശമുണ്ട്. ഈ രൂപങ്ങളെല്ലാം തന്നെ സൂര്യനിലും ചന്ദ്രനിലും വിദ്യുതിയിലുമുണ്ട്. വിദ്യുത് എന്നാണ് ഇടിമിന്നലിനെ ഉപനിഷത്ത് പറയും. വിദ്യുത് എന്നാ ആരോ അറിഞ്ഞാണ് ഇലക്ട്രിസിറ്റിക്ക് വിദ്യുത് ശക്തി എന്ന് പേര് കൊടുക്കുന്നത്. ഉപനിഷത്തിന്റെ വാക്ക്. ആരോ അറിയാവുന്ന, ആരോ ലബ്ധപ്രതിജ്ഞരായ ആരോ ആണ് ഇലക്ട്രിസിറ്റിക്ക് വിദ്യുത് ശക്തി എന്ന്. മലയാളത്തിൽ മാത്രമേ ആ പേരുള്ളൂ, വേറൊരു ഭാഷയിൽ പേരില്ല. വിദ്യുത് ശക്തി. വിദ്യുത് ഒരു ശക്തിയാണ്. മിന്നലിന്റെ ശക്തി. മിന്നൽ വന്ന് അടിക്കുമ്പോഴത്തേക്ക് കറണ്ട് പാസ് ചെയ്തിട്ടാണ് കരിഞ്ഞു പോകുന്നത്. വിദ്യുത് ശക്തി കണ്ടോ? ഈ ഉപനിഷത്തൊക്കെ വന്നിട്ട് എത്ര 1000 കൊല്ലമായി. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ ചില പറയും 5000 10000 കൊല്ലം. നോ,
5000 10,000 എത്ര കൊല്ലമായെന്ന് ആർക്കും കണക്കെടുക്കാൻ പറ്റത്തില്ല. ഭഗവത്ഗീത എഴുതിയിട്ട് 5000 കൊല്ലം ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് ഞാൻ യോജിക്കത്തേയില്ല. ഭാരതത്തിന്റെ പുരാണങ്ങളും ഉപനിഷത്തുകളും സംഹിതകളും ഏതു കാലത്തുണ്ടായെന്ന് ഒരാൾക്കും ഒരിക്കലും കണ്ടെടുക്കാൻ സാധ്യമല്ല. ഒരാൾക്കും ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചെറിയൊരു ഉദാഹരണം പറയാം. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം ഏതാണ്? വാൽമീകി രാമായണമാണ്. നമുക്കെല്ലാം അറിയാം അല്ലേ? അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ് തകർത്തത് വാൽമീകി. അനുഷ്ഠിപ്പ് എന്ന് പറയുന്ന വൃത്തം എന്താണെന്ന് പഠിക്കുമ്പോഴേ എന്നെ പോരട്ട് മനസ്സിലാക്കൂ. നിരക്ഷരൂക്ഷിയായ പിടിച്ചുപറി ജീവിച്ചിരുന്ന ഒരു വനവേടൻ, ഒരു കാട്ടാളൻ അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ് മൂലരാമായണം എഴുതിയിരിക്കുന്നത്. മാതിശാദ പ്രതിഷ്ഠാന്ത ഭഗവ ശശുതി സമായ കരുണ വിധിരാധികത ഏകമവധിം കാമമോഹിതം പുരാവിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീ തസ്യാനുരോ കുംഭകർണ വിഭീഷണോ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേദസം വരാനിമാൻ പൗരേ രാവണോ മാനുഷാധന്യേന അവധ്യത്വം ദദാത്മനോ കുംഭകർണോ നിർദേവത്വം അവരെ വിഭീഷണോ വിഷ്ണുഭക്തി അവരെ വെട്ടിച്ചിലിന് തീ കൊടുത്തതുപോലെ പടപടപടപടാന്നൊരു കാട്ടാളനെ വെടിയുണ്ട്. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ അല്ലേ രാമായണം. ഇതെന്തുണ്ടായി പറയാൻ കഴിയില്ല. ഇപ്പൊ മുറജപം നടക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. തിരുവിതാംകൂർ രാജാക്കന്മാർ തുടങ്ങി ഒരു ചർച്ച കർമ്മമാണ്. 6 വർഷം കൂടുമ്പോ മുറജപം പോകുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ആ മുറജപം എന്ന് പറയുന്നത് ചതുർവേദങ്ങളാണ്. ഋക്ക് യജുസ് സാമം അഥർവി ചതുർവേദങ്ങൾ എന്നുണ്ടായെന്ന് ആർക്കെങ്കിലും പറയാം? ഒരു പിടിയും കിട്ടത്തില്ല. അനിലേ, അതാണ് അനിൽ ആറന്മുള. ഞാൻ പറഞ്ഞില്ലേ, ആറന്മുളയിൽ എന്നെ ആദ്യം കൊണ്ടത് അനിലൊന്ന് എഴുന്നേറ്റ് എല്ലാവരെയും എത്തി നോക്കി. ഇതാണ് ഞാൻ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. എന്നെ ആറന്മുള ക്ഷേത്രത്തിൽ ആദ്യം കൊണ്ടുവന്നത് അനിൽ ആറന്മുളയിലാണ്. ഇവിടെ കൊണ്ടുവന്ന് വള്ളസദ്യയൊക്കെ കഴിപ്പിച്ച് പിന്നെ പഞ്ചിപ്പാട്ട് CD എല്ലാം തന്നു. തുടക്കത്തിലേ പറഞ്ഞു. പിന്നെ ദാസേടന്റെ കൊച്ചുമകൾക്ക് ഇവിടെ ചോറൂണ് കൊടുക്കാനുള്ള സാഹചര്യങ്ങളും അനിൽ മുഖാന്തരമാണ് ഞാനിവിടെ സംഘടിപ്പിച്ചത്. അതിന് വേറെ ഈ സമീപത്തുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ അനിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ കുടുംബ സംഗമത്തിനും കൊണ്ടുവന്നു. അതിന് സൊമനീർ ഇറക്കിയപ്പോൾ ദാസേടന്റെ ഒരു ആശംസ വേണമെന്ന് പറയാൻ അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതാണ് അനില്. അനിലാണ് എന്നെ ആദ്യമേ പ്രശ്നം തുടങ്ങിയപ്പോഴേ പറ്റില്ല അനിലിനോട് ഇതാ പറഞ്ഞു. അപ്പൊ ഈ രാമായണം എന്നുണ്ടായി, ചതുർവേദങ്ങൾ എന്നുണ്ടായി, ഒരു പിടിയും കിട്ടത്തില്ല. അതിന്റെ മുമ്പാണ് ഉപനിഷത്തുകൾ ഉണ്ടായത്. ഇതിന്റെ കാലപ്പഴക്കം എങ്ങനെ ഗണിക്കാൻ പറ്റും? ചതുർവേദത്തിലൊന്നായ ഋക്ക് യജുസ് സാമം അഥർവ 4ാമത്തെ വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. അതിന്റെ ഉൽപ്പത്തിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മാ സ്മൃത്വ ആയുഷോ വേദ പ്രജാപതി മജിഗ്രഹേ സ്വ അശ്വിനോ തൗ സഹസ്രാക്ഷം സ്വ അത്രിപുത്രാധികാൻ മുനി. ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് ആയുർവേദം പറഞ്ഞു. ബ്രഹ്മ സ്മൃത്വ ആയുഷോ വേദം പ്രജാപതി മജിഗ്രഹേ. പ്രജാപതിക്ക് ഓർമ്മയിൽ നിന്ന് ബ്രഹ്മാവ് ആയുർവേദം പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവ് ഓർമ്മയിൽ നിന്ന് പറയണമെങ്കിൽ ബ്രഹ്മാവ് നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ എം ബഷീർ പ്രസംഗിക്കുന്നു, അങ്ങനെ ഉപനിഷത്ത് പറയുന്നു, ശ്ലോകങ്ങൾ പറയുന്നു, സംസ്കൃതം പറയുന്നു, ഇംഗ്ലീഷ് പറയുന്നു. ഇത് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇല്ല, അത് പറയാൻ പറ്റും? പഠിക്കാതെ പറയാൻ പറ്റുമോ? ഞാൻ എന്റെ സ്മൃതിയിൽ നിന്ന് പറയണമെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചിരിക്കണം. അപ്പോൾ ആയുഷോവേദം, അഥർവവേദത്തിന്റെ ഉപവേദം ബ്രഹ്മാവ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്മൃതിയിൽ നിന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ശ്രുതിയായത്. സ്മൃതിയും ശ്രുതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മനു സ്മൃതിയാണ്, മനു ഓർമ്മയിൽ എന്ന് പറഞ്ഞത്. തന്നെ ശ്രദ്ധിച്ചതല്ല, സ്വയം ശ്രദ്ധിച്ചാൽ അത് ശ്രുതി. ഓർമ്മ എന്ന് പറയുന്നത് സ്മൃതി. ബ്രഹ്മാവ് സ്മൃതി എന്ന് പറയണമെങ്കിൽ ചതുർവേദത്തിന്റെ ഉപവേദം ബ്രഹ്മാവ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ ബ്രഹ്മാവിന് മുമ്പേ ഇവിടെ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തും ഉണ്ട്. ഇപ്പൊ ബ്രഹ്മാവ് എന്നുണ്ടായെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്നുണ്ടായി ഞാൻ പറഞ്ഞത് ഇമ്പോസിബിൾ. വെറുതെ ഗ്രാഫിക് വെച്ച് കണക്ക് കൂട്ടി 5000 4000 എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കല്ലേ. അതാണ് ഞാൻ ആദ്യം പറയാം, അനാദിയായ സംസ്കാരം. അതാണ് സനാതനം. അത് അത്യന്താധുനികവും ആണ്. പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത.
ആ അനാദിയായ അന്ന് മുതൽ വരുന്ന ഓരോ സംഭവങ്ങൾക്കും തരുന്ന കറക്ഷനുകളുണ്ട്. ഇതങ്ങ് അനുസരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, കണ്ണുമടച്ച് നിങ്ങൾ നീ അനുസരിക്കരുത് പാർത്ഥ. എല്ലാം മനസ്സിലിട്ടൊന്ന് ചിന്തിക്കണം, പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ആലോചിക്കണം, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. ഈ സ്വാതന്ത്ര്യം തന്നത് സനാതനധർമ്മം മാത്രമാണ്. ഈ സനാതനധർമ്മം നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആരെല്ലാം പരിശ്രമിച്ചു. ഇന്നും പലരും അവിടെ ഇവിടെ എന്ന് പറഞ്ഞു നോക്കുന്നില്ലേ? തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകൻ പറഞ്ഞില്ലേ, സനാതനധർമ്മം ഇല്ലായ്മ ചെയ്യണം. മണ്ടച്ചാരെ, സ്റ്റാലിൻ എന്റെ അച്ഛനാകാതിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കും. DNA നോക്കാം. സനാതനധർമ്മം നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യം ശ്രമിച്ചതാരാ? രാക്ഷസന്മാർ, പിന്നെ അസുരന്മാർ. അവിടം മുതൽ ഇങ്ങോട്ട് തുടങ്ങി ചിരപുരാതനമായ സംസ്കൃത വേരോട്ടമുള്ള ഭാരതത്തിന്റെ മണ്ണിൽ ആരെല്ലാം വന്നു? തർത്താരികൾ, ഹൂണന്മാർ, മുഗളന്മാർ, ബ്രിട്ടീഷുകാർ, ആരെല്ലാം നശിപ്പിക്കാൻ നോക്കി. ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രസ്ഥാനത്തിന്റെ പേരിൽ, പല സംഘടനയുടെ പേരിൽ. ഒന്നും പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, പറയാതെ തന്നെ നമുക്ക് മനസ്സിലായി. നടക്കത്തേയില്ല. കാര്യം എന്താണെന്നറിയാമോ? ഇതെന്താന്ന് പഠിക്കാത്തതുകൊണ്ട്. ഇതെന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. ചിലരോട് ചോദിച്ച സനാതനം എന്താണെന്നറിയാമോ? അറിയാം. എങ്ങനെയിരിക്കും ചോദിച്ചാൽ, അഞ്ജനമെന്നത് ഞാൻ അറിയും. നമ്മുടെ പഴയ മലയാളത്തിൽ പറയുന്ന ഒരു വരിയ, അഞ്ജനമെന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അല്ലേ? അവൻ അഞ്ജനം എന്താണെന്നും അറിയത്തില്ല, അതിന്റെ നിറം എന്താണെന്നും അറിയത്തില്ല, മഞ്ഞൾ എന്താണെന്ന് അറിയത്തില്ല, അതിന്റെ നിറവും അറിയില്ല. പാർത്ഥസാരഥിയല്ലേ, പാണ്ഡവരുടെ സുഹൃത്തല്ലേ, പാണ്ഡവരല്ലേ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പൊ ചോദിക്കുന്നു, ഒരുത്തം പറയാ, പഞ്ചപാണ്ഡവരെ എനിക്കറിയാം. എത്ര പേരുണ്ട്? പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3 എന്നിങ്ങനെ കാണിച്ചു. പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3. പഞ്ചം എത്ര എന്നവൻ അറിയത്തില്ല, പാണ്ഡവർ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, കട്ടിലിന് എത്ര കാലെന്നും അറിയത്തില്ല, 3 എത്രയാണെന്ന് അറിയത്തില്ല. എന്നിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ഇടയ്ക്കാണ് അല്ലേ? അതാണ് പണ്ട് പറയും, അന്ധനാനയെ കണ്ടതുപോലെ. സനാതനധർമ്മത്തിന്റെ മുക്കും മൂലയും കണ്ടവൻ അന്ധനാനയെ കണ്ടതുപോലെ എന്നല്ല ഞാൻ ഉദാഹരണം പറയുന്നത്. ഈയിടെ ഞാൻ പറയുന്ന ഉദാഹരണം ഒരു പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രി, പേരൊന്നും ഞാൻ പറയുന്നില്ല, 3ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. അതാണ് ജനാധിപത്യത്തിന്റെ പല കുഴപ്പങ്ങളിൽ ഒന്നതാണ് അല്ലേ? ആർക്കും മന്ത്രിയാകാം, ആർക്കും ആരെയും ഭരിക്കാം. ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അല്ലേ? അതാണ് ആർക്കും ആരെയും ഭരിക്കാം. പ്ലസിനേക്കാൾ ചില മൈനസുകളുണ്ട്. അങ്ങനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, വകുപ്പ് സാംസ്കാരികമല്ലേ, അയാൾ ആർട്ട് ഗ്യാലറി കാണാൻ പോയിട്ടുണ്ട്. നമുക്കറിയാം ആർട്ട് ഗാലറി, രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഇങ്ങോട്ട് തന്നിട്ടേ ഉള്ളൂ അല്ലേ? പ്രജാരാമേവ ബുദ്ധ്യത്വം സദാഭ്യോ ബലിമഗ്രഹി സഹസ്രഗുണമുത്സൃഷ്ടം ആദത്തേ ഹി രസം രവി. സൂര്യൻ ജലാംശം ആഗിരണം ചെയ്യും, അതുപോലെ കരം പിരിക്കുമായിരുന്നു. എന്തിനാ? 1000 ഗുണങ്ങളോടെ തിരിച്ചു തരാൻ. തിരുവിതാംകൂർ രാജാക്കന്മാരൊന്നും കണ്ടുപിടിച്ചോണ്ട് പോയിട്ടില്ല, അവരിങ്ങോട്ട് തന്നിട്ടേ ഉള്ളൂ. കാനനവാസന് ചാർത്താൻ തങ്കയങ്ങി കൊണ്ടുവന്നിട്ട് വെച്ചതാരാന്ന് നമുക്കറിയാം. ചിത്രങ്ങളുടെ ഓഫീസുകളുണ്ട്. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് ഒരു തോന്നലുമില്ലാത്തൊരു സാധാരണക്കാരൻ. കവടിയാർ കൊട്ടാരത്തിലെ അശ്വതിരുനാൾ തമ്പുരാട്ടി എഴുത്തുകാരിയാണ്. അവരൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി കവടിയാർ കൊട്ടാരത്തിൽ ചെന്നു. തമ്പുരാട്ടി എന്നോട് പറഞ്ഞു, സന്ധ്യയ്ക്ക് മുമ്പേ അത്താഴം കഴിച്ചോണം, സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ആഹാരമില്ല. കവടിയാർ കൊട്ടാരത്തിൽ സൂര്യൻ അസ്തമിച്ചാൽ ആഹാരമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് എന്താണ് ആ നിയമം, എന്താണ്? അത് ചിത്തിരുന്നാൾ തമ്പുരാൻ നടപ്പാക്കിയത്. ഞാൻ ചോദിച്ചതിന്റെ കാര്യം എന്താ? തമ്പുരാനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നേരെ എന്നെ കാണാൻ പറ്റുമോ? ഇന്നലെ പറയാം, അങ്ങോട്ട് ചെല്ലാം, അവിടെ പോകണം. അയ്യോ, പാസും എടുക്കണ്ട, ഓച്ചാരിക്ക് നിൽക്കണ്ട, പോലീസുമില്ല, പട്ടാളവുമില്ല, തോക്കുമില്ല, വെടിയുമില്ല, പിടിച്ചു മാറ്റില്ല, ഒന്നുമില്ല.
ഞാൻ ചെന്നപ്പോ ഒരു കസേരയിൽ ഇരിക്കുക. എന്നെ കണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവ് എഴുന്നേറ്റ് തൊഴുന്നു. അതാണ് സനാതന ധർമ്മം. ഞാൻ ചോദിച്ചു, അയ്യോ അങ്ങ് മഹാരാജാവാണ്. പെട്ടെന്ന് എന്നോട് പറഞ്ഞ മറുപടി അറിയാമോ? അതിഥി ദേവോ ഭവ. അതാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ. കോടാനുകോടികൾ സമ്പാദിച്ചവിടെ നിധി ശേഖരിച്ച് അത് അടിച്ചു മാറ്റാനാണ് കുറെ കള്ളന്മാർ ശ്രമിക്കുന്നത്, അല്ലേ? തമ്പുരാനോട് ചോദിച്ചെന്താ ഇവിടെ സന്ധ്യ കഴിഞ്ഞ സൂര്യസ്തമിച്ചാൽ ആഹാരമില്ല. അദ്ദേഹത്തിന്റെ വശങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഒരു സന്യാസി പറഞ്ഞു കൊടുത്ത കഥയെല്ലാം പറഞ്ഞില്ല. ഇപ്പൊ പറയാൻ നേരമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ കൊള്ളാം, നല്ല നടപടിയാണ്. അന്നു മുതൽ ഞാനിത് പ്രാക്ടീസ് ആക്കി. സൂര്യസ്തമിച്ചാൽ എനിക്ക് ആഹാരമില്ല. വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഒരു പൊതി കെട്ടി വണ്ടിക്കാത്തില്ല. അത് ചോറും ചീനിയൊന്നുമല്ല, ചില സംഗതികളൊക്കെ ഉണ്ട്. സൂര്യൻ അസ്തമിക്ക് ഇപ്പൊ അസ്തമിക്ക് 6:03 5:55 വണ്ടി സൈഡിലാക്കി അതങ്ങ് കഴിച്ചു. ഇനി നത്താഴില്ല. ഈ ചിട്ടയാ ജീവിതം കൊണ്ട് എന്തൊരു സന്തോഷമോ. എന്റെ പ്രായം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഒരു ക്ഷീണവും. ഇന്ന് അമേരിക്കയിൽ പോയി പ്രസംഗിച്ചു വന്നാൽ അടുത്ത ആഴ്ച ജർമ്മനിയിൽ പോകും. പറന്ന് നടക്കുകയാണ്. ഒരു വിശ്രമവുമില്ല, ഒരു പ്രശ്നമില്ല. ഈ തത്വം നമ്മളെ പഠിപ്പിക്കുന്നു. അത് പറയത്തില്ല, അതൊരു രഹസ്യമാണ്. ഊഹിച്ചെടുത്ത പറയത്തില്ല. ക്ലൂ തരാം. ദാസേട്ടനേക്കാൾ 15 വയസ്സ് കുറവാണ്. മോളെ അതുകൊണ്ട് ജീവിതായോധനത്തിന്റെ വഴികളെല്ലാം പഠിപ്പിച്ചു, പക്ഷേ അനുസരിക്കാൻ ബഹുദൂരം പുറകോട്ടായി പോയി എന്നുള്ള ഒരു കുഴപ്പമല്ലാതെ ഒന്നുമില്ല. പഠിക്കാനും അറിയാനും പരിശ്രമിക്കാനും ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പഴക്കം നമുക്ക് ഗണിക്കാൻ പറ്റത്തില്ല. അനാദിയായ ചരിത്രകാരന്റെ തൂലികകൾ ചലിക്കുന്നതിന് മുമ്പ് ഗതകാല തലമുറയ്ക്ക് എത്തി നോക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് നിന്ന് സന്ദേശങ്ങൾക്ക് മേൽ സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിച്ച രാജ്യമാണ് ഭാരതം. അത് നശിപ്പിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത്, അന്ധനാലയെ കണ്ടതുപോലെയല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദ്യകാലയെ കണ്ടതുപോലെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താ അറിയാമോ? ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി 3ാം ക്ലാസ്സുകാരൻ ആർട്ട് ഗാലറിയാണ്. രാജാ രവിവർമ്മ. അതാണ് പറഞ്ഞത്, തിരുവിതാംകൂർ രാജാക്കന്മാർ കലയ്ക്കും ദേശത്തിനും ആരാധനാലയങ്ങൾക്കും എല്ലാം സംഭാവന തന്നെയുള്ളൂ. സ്വാതി തിരുനാൾ കൃതികൾ, അല്ലേ? അത് പാടാതൊരു കച്ചേരി ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? മലയാളത്തിൽ ചിത്രങ്ങൾ വരച്ചു രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി വെച്ചിരിക്കുന്നു. മ്യൂസിയത്തിൽ അങ്ങോട്ട് കടക്കുന്നത് തന്നെ സാംസ്കാരിക മന്ത്രി കാണാൻ പോയി. അയാളതെല്ലാം നടന്നു കണ്ടു. അങ്ങോട്ട് കയറുന്നിടത്ത് ആദ്യം വെച്ചത് ദമയന്തിയും ഹംസവുമാണ്. നമ്മുടെ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ വരച്ചു വെച്ചിരിക്കുകയാണ്. പല നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇപ്പോഴും ഇത് നോക്കിയാൽ ഇദ്ദേഹം ഏത് ചായമാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണിത് വരച്ചത് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഇന്നലെ എങ്ങാണ്ട് വരച്ചാൽ തോന്നും. ദമയന്തി വർത്താനം പറയാൻ തന്നെ തോന്നും. അരയെന്നിപ്പ പറക്കും തോന്നും. അത്ര ലൈവാണ് സംഗതി. അത് കണ്ടു. മറ്റു ചിത്രങ്ങളെല്ലാം കണ്ടു. മന്ത്രി ആദ്യകാലത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ഗൈഡ് ചോദിച്ചു, സാർ പടങ്ങളൊക്കെ കണ്ട? തിരുവനന്തപുരത്ത് തന്നെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് കേറി വരുന്നിടത്ത് ഒരു പെണ്ണ് ഒരു കോഴിയും കൊണ്ട് നിൽക്കുന്നില്ലേ, അതാ ഇഷ്ടം. ഞാൻ ഒരാള് പൊതുവെ ഒരു കോഴിയാണ് ഈ പറഞ്ഞ മന്ത്രി. അയാളുടെ മനസ്സിൽ കോഴിയെ വരൂ, അല്ലേ? ഭാവേദി തദ്ഭവതി. അന്നേരം മന്ത്രിയുടെ ഉടുപ്പെ പിടിച്ചു. മന്ത്രിയോട് പറഞ്ഞു, അത് കോഴിയല്ല, പിന്നെയോ താറാവാണ്. അതാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയും, സനാതന ധർമ്മത്തെ അവിടെ ഇവിടെ വിമർശിക്കുന്നവൻ ശരിക്കും അന്ധനാനയെ കണ്ടതുപോലല്ല, ആദ്യയാത്രയുടെ മന്ത്രിയെ പോലെ ഞാൻ പറയാറുണ്ട്. അതിന്റെ സാരം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലേ? എത്ര പ്രവിശാലമായ സംഭവം. ഇനി സനാതന ധർമ്മത്തിന്റെ ചില മർമ്മങ്ങളും മന്ത്രങ്ങളും ഭഗവത്ഗീതയിലും ഒക്കെ കടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തൽക്കാലം അവിടെ ഷട്ട് ഡൗൺ ചെയ്യുക. കാരണം ഇന്നത്തെ
ചാർത്തിൽ വരച്ച നരസിംഹമൂർത്തിയുടെ അല്പം സംഭവം പറയാതെ പോയാൽ ശരിയാകത്തില്ല. എന്തിനാ നരസിംഹാവതാരം വന്ന് നമുക്കറിയാം. ഒട്ടേറെ പാഠങ്ങൾ, 1000 പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. 1000 പാഠങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, ഉദ്ധാരകൻ ശ്വേതകേതു മകനോട് തത്വമസി പഠിപ്പിച്ച കഥ കുറച്ചേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഓരോന്നിന്റെ രഹസ്യം പറഞ്ഞ് വന്ന് 13ാമത്തെ ഖണ്ഡത്തിലെത്തുമ്പോഴാണ് അതിൽ വൃക്ഷങ്ങൾ പറഞ്ഞു, അഗ്നി പറഞ്ഞു, ഭക്ഷണം പറഞ്ഞു, സത്വം പറഞ്ഞു, സ്വപതി നിദ്രയെ പറ്റി പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ടാണ് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് ഒരു കട്ട ഉപ്പ് കൊടുത്തു. പാത്രത്തിൽ കലക്കി വയ്ക്കാൻ പറഞ്ഞു. കലക്കി വെച്ചു. പിറ്റേന്ന് മകൻ വന്നപ്പോൾ പറഞ്ഞു, ആ ഉപ്പിഞ്ഞെടുത്തുകൊണ്ട് വരാൻ. അത് വെള്ളത്തിൽ അരിഞ്ഞുപോയി എന്ന് പറഞ്ഞു. അരിഞ്ഞുപോയ വെള്ളം ഒന്ന് തൊട്ട് നക്കി നോക്കാൻ, വലിയ പരത പാത്രത്തിലായി. ഇങ്ങേയറ്റത്തൊന്ന് തൊട്ട് നക്കാൻ പറഞ്ഞു, ഉപ്പ് രസിക്കുന്നു. അങ്ങേയറ്റത്തൊന്ന് എടുത്തു കുടിക്കാൻ പറഞ്ഞു, അവിടെ ഉപ്പ് രസിക്കുന്നു. പാത്രത്തിൽ എവിടെ നിന്നെടുത്താൽ ഉപ്പ് രസിക്കുന്നു. വെള്ളത്തിൽ അരിഞ്ഞുപോയ ഉപ്പിനെ കാണാൻ പറ്റുമോ? ഇല്ല. അതാണ് സത്ത്. അത് നിന്നിലാണ്, നീ അതുതന്നെയാണ്. അവിടെയാണ് 13ാമത്തെ ഖണ്ഡത്തിലാണ്, ചാന്തോക്യോപനിഷത്ത് 6-ാം അധ്യായം 13ാമത്തെ ഖണ്ഡത്തിലാണ് പറയുന്നത്, തത്വം അസി ശ്വേതകേതു, തത്വം അസി ശ്വേതകേതു. വൈഖരിയാണ് ചുരുക്കി പറഞ്ഞത്. അതാണ് വൈഖരി. അങ്ങ് മൂലാധാരത്തിൽ തുടങ്ങി ആഭിഷ്ടമായി ഹൃദയസ്ഥമായി ഉച്ചരിക്കുമ്പോൾ അത് വൈഖരിയായി. ചെറിയ വാക്കുകൾ, പക്ഷെ വലിയ അർത്ഥം. പെട്ടെന്ന് വൈഖരി മനസ്സിലാക്കാൻ മലയാളത്തിൽ ഉദാഹരണം പറയാം, അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം. VK ഒരു വലിയ എഴുത്തുകാരൻ, നമുക്കറിയാം, ഹാസ സാമ്രാട്ടാണ് VK അല്ലേ? VK കൃതികൾ നമ്മളെല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട്. പാലക്കാട് കുഞ്ഞൻ നമ്പ്യാരുടെ നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. VK കൃതികളെല്ലാം ഞാൻ വായിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ രചനാശൈലി. അപ്പൊ ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൽഹി മലയാളികളുടെ ഓണാഘോഷ പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് പോകുന്നു. രാവിലെ എറണാകുളത്ത് എന്തോ പരിപാടി ഉണ്ടായി. അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ VK എന്റെ തൊട്ടടുത്ത സീറ്റുണ്ട്. അദ്ദേഹം ഈ പരിപാടിക്ക് വരിക. ഭയങ്കര സന്തോഷമായി. 3-3.5 മണിക്കൂർ VK അടുത്ത് കിട്ടുന്നത്. അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് പുസ്തകത്തെ പറ്റിയും കഥാപാത്രങ്ങളെ പറ്റിയും അദ്ദേഹം പൈസയ്ക്ക് വരുന്ന ദ്രവ്യമെന്ന അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഹാസ സാമ്രാട്ടായ കുഞ്ഞൻ നമ്പ്യാരുടെ നാട്ടിൽ ജനിച്ച അങ്ങ് നമ്പ്യാരുടെ പുനരവതാരമാണെന്ന് ജനങ്ങൾ പറയുന്നു. അത് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? VK ഒറ്റ മറുപടി, ഒന്ന് തുള്ളാൻ. അതാണ് വൈകി. അതാണ് വൈകി. ഒറ്റ വാക്കേ പറഞ്ഞു, ഒന്ന് തുള്ളാൻ. അതിലുണ്ടല്ല. നമ്പ്യാര പുനർജന്മമാണെന്ന് പറയുമ്പോൾ എന്ത് തോന്നുന്നു? ഒന്ന് തുള്ളാൻ. വൈകിരിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട് തെരുവിലൂടെ നടക്കുമായിരുന്നു. അഴീക്കോട് മാഷക്ക് പണ്ടുണ്ടായിരുന്ന ഒരു അംബാസഡർ കാണാം. അന്ന് അതേ ഉള്ളൂ, അംബാസഡർ പേരിലേ ഉള്ളൂ. ഇത് കൂടെ വഴിയിലാണ് ബ്രേക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ നടന്നു പോകുമ്പോൾ അഴീക്കോട് വണ്ടി കൊണ്ട് സൈഡിൽ നിർത്തിട്ട് വെച്ചു, പോരുന്നോ? ഞാൻ അങ്ങോട്ട് ആക്കിയേക്കാം. വൈക്കം പറഞ്ഞു, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. അതാണ് വൈകരി. എനിക്ക് ഇച്ചിരി ധൃതി. കാറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാറിന്റെ എല്ലാ ശോചനീയാവസ്ഥയും ആ പ്രയോഗത്തിന്. അതാണ് വൈകരി. ഇങ്ങനത്തെ ചെറിയ വാക്കുകളിൽ പറഞ്ഞ സ്ഫോടനാത്മകമായ മഹാഗരിമകളാണ് നമ്മുടെ ഉപനിഷത്തുകളും ഗീതയും എല്ലാം. വൈഖരിയുടെ വൈഖരിയാണ് ഗീത എന്ന് ഞാൻ പറയും. വ്യാഖ്യാനിച്ച് തീർക്കാൻ കഴിയില്ല. ഗീതാ വ്യാഖ്യാനം കേട്ടത് 1972 സ്വാമി ചിന്മയാനന്ദജിയുടെ ഗീതാജ്ഞാന യജ്ഞം ആദ്യത്തേത് കേട്ടത് മുതൽ അവസാനം നടത്തിയ യജ്ഞം വരെ പൂർണ്ണമായും കേട്ടിരുന്നു. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തോടും സംസ്കൃത ഭാഷയോടും ആധ്യാത്മിക ചിന്തകളോടും ഒക്കെ ഇത്രയേറെ ബന്ധം വരാനുള്ള കാര്യം. അവിടുന്നാണ് ബാലാപണിക സാറിന് പോയി സംസ്കൃതം പഠിക്കാൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ചുരുക്കത്തെ അതാണ് നരസിംഹാവതാരത്തിന്റെ സംഭവം. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, പ്രഹ്ലാദന്റെ അമ്മ കയാധു, ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും സഹോദരങ്ങൾ. ഹിരണ്യാക്ഷൻ ദേവലോകമാകെ തകർത്ത് തരിപ്പണമാക്കി അക്രമം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് വരാഹ
അവതാരം. ഭൂമി എടുത്തുകൊണ്ട് ഇയാളങ്ങ് വെള്ളത്തിനടിയിൽ പോയി. ഹിരണ്യാക്ഷനെ ഭഗവാൻ വിഗ്രഹിച്ചു. സഹോദര ഹിരണ്യകശിപുന് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് ഇനി നേടണമെങ്കിൽ മൃത്യുവിനെ ജയിക്കണം. അതിനെന്താ വഴി? അതികഠിനമായ തപസ്. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ആ തപസ്സിന് പോകുന്ന വഴിക്ക് എല്ലാം ഇട്ടെറിഞ്ഞ് ഹിരണ്യകശിപു തപസ്സിന് പോകുമ്പോൾ ഭാര്യ കയാധു ഗർഭിണിയാണ്. വീട്ടിലാക്കിയിട്ടാണ് ഇയാൾ പോകുന്നത്. ഹിരണ്യകശിപു സ്ഥലത്തില്ലാതറിയപ്പോ ദേവന്മാർ വന്ന്, ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ വന്ന് അസുര നഗരിയാകെ ആക്രമിച്ച് തകർത്തപ്പോ ഈ സകല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഐതിഹ്യങ്ങളും പഠിപ്പിക്കുന്ന കഥകൾക്കുള്ളിൽ ഒരുപാട് സത്യങ്ങളും തത്വങ്ങളുമുണ്ട്. അതാണ് പഠിക്കേണ്ടത്. ആ തത്വങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിടിച്ചു വലിച്ച കൊണ്ടുപോയി ദേവേന്ദ്രൻ കയാധുവിനെ, ഗർഭിണിയായ കയാധുവിനെ ദേവേന്ദ്രൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിനീള കരഞ്ഞും ദുഃഖിച്ചും അലമുറയിട്ട് കരഞ്ഞു കൊണ്ടുപോകുന്ന കയാധുവിനെ കണ്ടപ്പോൾ നാരദമുനി ഇടപെട്ടു. ഓരോന്ന് സംഭവിക്കുന്ന വഴികൾ നോക്കണം. നാരദമുനി ദേവേന്ദ്രനോട് പറഞ്ഞു, ഇത് അക്രമമാണ്. സ്ത്രീയോട് അക്രമം കാണിക്കാൻ ഒരിക്കലും ഭാരതം അനുവദിച്ചിട്ടില്ല. പാസിൽ രതിക്കുന്നതാണ് ഭാരതം. പാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം. അതിൽ രതിക്കുന്നത്, പ്രകാശത്തിൽ രതിക്കുക, അതാണ് തമസോമാ ജ്യോതിർക്കുന്നത്. സ്ത്രീക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത്, സനാതനം പോലെ പ്രാധാന്യം കൊടുത്ത ഒരു തത്വം ഭൂമിയിലില്ലാന്ന് ഞാൻ പറയും. അർത്ഥ നാരി ഈശ്വരൻ. ഈശ്വരന് മുകളിലാണ് നാരി. അർത്ഥ ഈശ്വര നാരി എന്നല്ല, അർത്ഥ നാരി പിന്നാണ് ഈശ്വരൻ. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഞാൻ പരിപാടിക്ക് പോകും, പാശ്ചാത്യ ഒരുപാട് രാജ്യങ്ങളിൽ പോകും. അവിടെ എല്ലാം അഭിസംബോധന ചെയ്യുമ്പോൾ അവർ പറയും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നവർ അഭിസംബോധന ചെയ്യും. സംസ്കൃത ഭാഷയിലോ അതിന്റെ മകളായ മലയാളത്തിലോ നമ്മൾ ആരെങ്കിലും സഹോദര സഹോദരിമാരെ എന്ന് പറയുമോ? സഹോദരി ആദ്യം പറയും. പാശ്ചാത്യ പറയും ഫാദർ ആൻഡ് മദർ. നമ്മൾ ആരെങ്കിലും പിതാമാതാക്കൾ എന്ന് പറയുമോ? ഇതെന്ത് പറയും? മാതാ പിതാക്കൾ. മാതാവിനെ ആദ്യം പറയും, പിതാവ് രണ്ടാമത് പറയും. പാശ്ചാത്യ പറയും ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഭാര്യാക്കന്മാരെ നമ്മൾ പറയുമോ? ഭാര്യ ഭർത്താക്കൾ. എല്ലാത്തിലും നമ്മൾക്കിവിടെ സ്ത്രീക്കാണ് പ്രാമുഖ്യം. വധൂവരന്മാരെന്നാ പറയുന്നില്ല, വരൻ വധൂമാരെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ കല്യാണം കാണാൻ ചെന്നിരിക്കും. പുരുഷന്മാരായാലും സ്ത്രീകളായാലും കല്യാണ മണ്ഡപത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് വരനെയാണോ വധുവിനെയാണോ? വരൻ നേരത്തെ വന്നത് അടുപ്പ് വിട്ട് അവിടെ ഇരിക്കും. ആർക്ക് കാണണം? വധു വരുന്നത് കാണാനാണ് വലിയ. ഇപ്പൊ കാണാൻ സമ്മതിക്കത്തില്ല, വീഡിയോയും കൊണ്ട് ചെല്ലിക്കും. കുറേ ഒരു കല്യാണത്തിൽ ചെന്നപ്പോൾ ഒരു തടിമാടൻ വീഡിയോയും കൊണ്ടുവന്ന് കെട്ട് കാണാൻ വേണം. എഴുന്നേറ്റിന്ന് അവന്റെ വൃത്തത്തിൻ്റെ അടിയും കൊടുക്കും. എല്ലാവരും കൂടെ അങ്ങ് കൈ അടിച്ചു. അത് നന്നായി. അതാ. അപ്പൊ നമ്മൾ വധുവിനെ എല്ലാത്തിനും നമ്മൾ സ്ത്രീക്ക് പ്രാമുഖ്യം കൊടുത്തു. അതുകൊണ്ട് കയാധുവിനെ, ഗർഭിണിയായ കയാധുവിനെ വലിച്ചു കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ നാരദമുനി ഇടപെട്ടു. കയാധുവിനെ കൊണ്ടുപോയി നാരദമുനിയുടെ ആശ്രമത്തിൽ താമസിപ്പിച്ചു. നാരദമുനിയുടെ ആശ്രമത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഒരേ ഒരു നാമമാണ്. പഴയ സിനിമയിലൊക്കെ കണ്ടില്ലേ നാരദൻ? ടി.കെ. ബാലേന്ദ്രനാണ് പഴയ സിനിമയില്ല, കുമാരസംഭവത്തില്ല നാരദൻ ടി.കെ. ബാലേന്ദ്രൻ. എപ്പോ വന്നാലും ഒരു വീണയെല്ലാം എന്തുവാ നാരദന്റെ വാദ്യമൊക്കെ അതും വെച്ചിട്ട് നാരായണ നാരായണ നാരായണ. സകല സിനിമയിലായാലും സീരിയലിലായാലും നാരദൻ വന്നാൽ പിന്നെ നാരായണ നാരായണ. ഇത്രയും നാരദന്മാരുള്ള കേരളത്തിൽ എന്താ ഈ നാരായണനെ വിളിക്കാത്തതെന്നാ ഞാൻ ആലോചിക്കും. എന്നാ രക്ഷപ്പെട്ടു. അതാ നാരായണ. ഈ നാരായണ മന്ത്രമാണ് അവിടെ ജപിക്കുന്നത്. കയാധുവിന്റെ ഉദരത്തിൽ കിടക്കുന്ന പ്രഹ്ലാദൻ ഈ നാരായണ മന്ത്രം കേട്ടു ആവാഹിച്ചു. പുരാണം പഠിപ്പിക്കുക, ഭാഗവതം പഠിപ്പിക്കുക.
അത്യന്താധുനിക വൈദ്യശാസ്ത്രം പറയുന്നു, ഗർഭിണിയെ പരിപാലിക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ഗർഭിണിക്ക് കൊടുക്കുന്ന എല്ലാ ആഹാരങ്ങളും കുട്ടിയെ ബാധിക്കും. നമുക്കെല്ലാം അറിയാം, അമ്മയ്ക്ക് അനീമിയ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അനീമിയ വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? അയൺ കൊടുക്കും, ഇലക്കറികൾ കൊടുക്കണം. അമ്മയുടെ ശരീരം കൂടെ കൂടെ പരിശോധിച്ച് എല്ലാ ന്യൂനതകൾക്കും പരിഹാരം. മരുന്ന് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക, കഴിക്കുന്ന ആഹാരം കുട്ടിയെ ബാധിക്കുന്നത് പോലെ ഗർഭിണിയുടെ മാനസിക വ്യാപാരം കുട്ടിയെ ബാധിക്കും. ഇത് അത്യന്താധുനിക മെഡിക്കൽ സയൻസ് പഠിപ്പിച്ചതാണ്. കയാതുവിന്റെ മകൻ പ്രഹ്ലാദൻ ഉദരത്തിൽ കിടന്ന് നാരായണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി, അദ്ദേഹം സഹോദരി സുഭദ്ര, അർജുനന്റെ ഭാര്യ. അർജുനന്റെ ഭാര്യയോട് യുദ്ധതന്ത്രങ്ങൾ വർണ്ണിച്ചു കൊടുക്കുകയായിരുന്നു. കേട്ട് 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 കിടന്ന് പെങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. ഭഗവാൻ അറിഞ്ഞില്ല. പത്മവ്യൂഹത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. പത്മവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെ, അകത്ത് കിടക്കുന്നത് എങ്ങനെ. പെങ്ങൾ ഉറങ്ങിയിട്ട് മൂളൽ കേട്ടു. പിന്നെ നോക്കിയപ്പോ പെങ്ങൾ ഉറങ്ങി, മൂളിയത് ആരാന്ന് അപ്പോഴാ മനസ്സിലായത്. പാണ്ഡവംശജനഭിമന്യു പാർത്ഥനു പൊന്മകനഭിമന്യു ഉദരത്തിൽ കിടന്നു കേട്ടു. അതുകൊണ്ടാണ് പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നു. അഭിമന്യുവാണ് കേൾക്കുന്നത് മനസ്സിലാക്കിയപ്പോ ഭഗവാൻ കഥ പറച്ചിട്ട് നിർത്തി. കടന്നു കയറുന്ന കാര്യം മാത്രമേ അഭിമന്യു കേട്ടുള്ളൂ, ഇറങ്ങി വരാൻ പഠിക്കില്ല. അതാണ് പത്മവ്യൂഹമാണ് ഇന്നത്തെ ഇന്റർനെറ്റ്. അത് ഞാൻ പറഞ്ഞു അവതരിക്കണേ, ഒത്തിരി സമയം അതുകൊണ്ട് പോട്ടെ. അതുകൊണ്ട് ഗർഭിണികളെ മാനസികമായി ഉത്കർഷമായ രീതിയിൽ പരിപാലിക്കണമെന്ന് പുരാണം പഠിപ്പിക്കുന്നു. ഇതിന് വലിയൊരു ഉദാഹരണമാണ്. പഴയ നക്സലൈറ്റുകൾ ആക്രമണം ഉണ്ടായി, ഒരുപാട് നിരപരാധികളെ അവർ വെട്ടിക്കൊന്നു. ആ കൂട്ടത്തിൽ പാലക്കാട് കോങ്ങാട് അവിടെ ഒരു ഇല്ലത്തിൽ കടന്നു കയറി പിതാവിനെയും 2 ആമക്കളെയും വെട്ടിക്കൊന്നു. അവരെ മകൾ അന്ന് ഗർഭിണിയാണ്. അച്ഛനെ കൊല്ലുന്നതും സഹോദരനെ കൊല്ലുന്നതും ഇവർ കണ്ടുകൊണ്ട് അലമുറയിട്ട് വിളിച്ചു. ആ സ്ത്രീ പ്രസവിച്ചപ്പോൾ ജനിച്ച കുഞ്ഞിനെ നിരന്തരമായ അപസ്മാര രോഗമാണ്, ബുദ്ധിസ്ഥിരതയില്ല. എന്തുകൊണ്ട് സംഭവിച്ചു ആലോചിക്കണം. കയാധുവിന്റെ കഥ ചേർത്ത് വായിക്കണം. ഗർഭിണികൾ ആചരിക്കുന്ന ഓരോ കർമ്മങ്ങളും കുട്ടിയെ ബാധിക്കും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാന്യ ഭർത്താക്കന്മാരെ ഗർഭിണിയായ ഭാര്യയോട് വേണ്ടാധീനങ്ങൾ പറയാൻ വഴക്കിന് നിൽക്കരുത്, മര്യാദ ഇടി മറ്റേത് മൂദേവി ഭദ്രകാളി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചെയ്യരുത്. ഇപ്പൊ യാതൊരു രക്ഷയില്ല, തിരിച്ചവൾ അതിലും വലുത് വിളിക്കുക. അങ്ങനത്തെ കാലം അല്ലേ പോട്ടെ. അതുകൊണ്ട് പ്രഹ്ലാദൻ ജനിക്കുന്നു. ജനിച്ച കാലം മുതൽ അപ്പോഴത്തേക്ക് തപസ്സെല്ലാം കഴിഞ്ഞു. ഹിരണ്യകശിപുവിന് വരം കിട്ടി. എന്താണ് വരം? നമുക്കെല്ലാം അറിയാം. പകലും മരിക്കരുത്, രാത്രിയും മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, വീടിന്റെ ഉള്ളിൽ വെച്ച് മരിക്കരുത്, വീടിന്റെ പുറത്ത് വെച്ച് മരിക്കരുത്, മനുഷ്യനും കൊല്ലരുത്, മൃഗവും കൊല്ലരുത്. സാരമെന്താ? മരിക്കണ്ട. ഭാരതീയമായ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, കഥകൾ, ഭാഗവതം തുടങ്ങിയ എല്ലാ കൃതികളും പരിശോധിച്ചാൽ എവിടെല്ലാം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും കഥ പറയുന്നു, അവരെല്ലാം മരിക്കാതിരിക്കാൻ വഴി തേടിയവരാണ്. രാവണൻ തന്നെ ആദ്യത്തെ കക്ഷി അസുരൻ രാവണനാണല്ലോ. എന്താണ് പുള്ളിയുടെ വരം? മനുഷ്യാത് അന്യർ അവധ്യത്വം, മനുഷ്യരല്ലാതെ ആരുമല്ല കൊല്ലരുത്. അപ്പൊ മരിക്കണ്ട. അജാനുബാഹുവായി 20 കൈയും 10 തലയുടെയും ഇയാളെ മനുഷ്യന് കൊല്ലാൻ പറ്റൂ? കൈലാസമറ്റത്ത് അമ്മാനമാടിയ സാധനം അല്ലേ? ഞാൻ ഈ കൊറോണ ഒന്ന് മാറിയ സമയത്ത് പെട്ടെന്ന് UAE ഓണാഘോഷത്തിന്റെ പരിപാടിക്ക് പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എല്ലാം നിറയെ അങ്ങ് ബുക്കിംഗ്. രാവിലത്തെ ഫ്ലൈറ്റിൽ ചെന്നു, വൈകിട്ട് അവിടെ ഇറങ്ങി, പിറ്റേന്നവിടെ പ്രസംഗം കഴിഞ്ഞ് അന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറി തിരിച്ചു വന്നിറങ്ങാം. തിരുവനന്തപുരത്ത് പ്രോഗ്രാം ഉണ്ട്, പൂജപ്പുരയിൽ. ഈ യാത്രയും തണുപ്പും എല്ലാം കൂടെ കൊണ്ട് പെട്ടെന്ന് ജലദോഷം പിടിച്ചു. ഫ്ലൈറ്റിൽ ഇങ്ങനെ 2 കൈ കൊണ്ട് ഞാൻ മൂക്കളെ പിടിച്ച് കുഴഞ്ഞു. ഇപ്പൊ ഫ്ലൈറ്റിൽ ആയതുകൊണ്ട് വേറെ മരുന്നൊന്നും കയ്യിലില്ല. താഴെ ഇറക്കിയ വല്ല ക്രിസ്ത്യാനോ എന്തെങ്കിലും മാറ്റി സെറ്റ് സാധനം മാറ്റി തൽക്കാലം നിർത്താം, മരുന്നൊന്നും കയ്യിലില്ല. അപ്പൊ ഫ്ലൈറ്റിൽ ഇങ്ങനെ മുമ്പ് തുടച്ചിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ആ രാവണൻ ഇതുപോലെ പണ്ട് ഫ്ലൈറ്റിൽ പോയതല്ലേ. അപ്പൊ രാവണന് ഒരു ജലദോഷം വന്നാൽ എങ്ങനെ ഇരിക്കും? ഒയ്യോ 10-20 മൂക്ക പിടിച്ച് വശക്കേടാവും. 10 തല 20 കൈയുടെ രഹസ്യമൊക്കെ നമുക്കറിയാൻ പോട്ടെ. മനുഷ്യൻ കൊല്ലാൻ പറ്റൂല. രാവണന്റെ വരവര മകൾ
പിന്നെയോ ശബരിമല സീസണാണ്. മഹിഷിയുടെ വരവരവെന്നാണ് സാക്ഷാൽ പരമശിവനും മഹാവിഷ്ണുമായി ഒരു സന്താനം ഉണ്ടാകണം. ഉണ്ടാകത്തില്ലാതെ മരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഹരിഹരസുതൻ അയ്യപ്പ സ്വാമിയെ മരിച്ചേ ഉള്ളൂ. പിന്നെയോ താരകാസുര വരവരവെന്ന ജനിച്ച് 6 ദിവസമാകാത്ത കുട്ടിയെ കൊല്ലാവൂ. താരകനെ വിചാരിച്ച് മരിക്കാതിരിക്കാനുള്ള വഴിയാണ്. 6 ദിവസമാകാത്ത കുട്ടി രാക്ഷസനെ കൊല്ലാൻ പറ്റുമോ? ദേവലോക വിളക്ക് മരിച്ച താരകനെ പറ്റില്ല. പക്ഷെ അയാളുടെ പ്ലാനെല്ലാം തെറ്റിപ്പോയി. ജാതസ്യഹി ധ്രുവോർ മൃത്യു. പാർത്ഥസാരഥി പറഞ്ഞതാണ് ജാതസ്യഹി ധ്രുവോർ മൃത്യു ധ്രുവൻ ജന്മ മൃതസ്യ. ജാതസ്യഹി മനുഷ്യരെന്നല്ല, ജനിച്ചതിനെല്ലാം മരണമുണ്ട്. ധ്രുവം എന്ന സംസ്കൃത പ്രയോഗം അതാണ്. ജാതസ്യഹി ധ്രുവോ മൃത്യം. എന്തെല്ലാം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നു അതിനെല്ലാം അന്ത്യമുണ്ട്. അന്നേ ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ മൈക്ക് സൃഷ്ടിച്ചപ്പോൾ തീരുമാനിച്ചത് എത്ര കാലം നിൽക്കണം. കസേരയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്, ഡ്രസ്സിന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് ഈ ഭൂമിയിൽ വന്നു അതിനെല്ലാം ആയുസ് തീരുമാനിച്ചിട്ടുണ്ട്. ധ്രുവം എന്ന നിശ്ചയമായി. അടുത്ത പ്രയോഗമാണ് നമ്മൾ ശ്രദ്ധിക്കണേ. ധ്രുവം ജന്മ മൃതസ്യ. മരിച്ചാൽ രണ്ടാമതൊരു ജന്മമുണ്ട്. ധ്രുവം ഉറപ്പാണ്, പോയേ പറ്റൂ. അപ്പൊ താരകൻ മരിക്കണമെന്ന് വിചാരിച്ച അപ്പോഴാണ് നിഗ്രഹിച്ചത്. അപ്രകാരം ഹിരണ്യന് സംഭവിച്ച സംഭവമാണ് ഇന്നത്തെ ദശാവതാരത്തിന്റെ സംഗ്രഹം. നരസിംഹമൂർത്തി വന്നു. ഈ പ്രഹ്ലാദൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചിരുന്നു. ഹിരണ്യൻ പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോഴും ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വെച്ച ആസുര രീതികൾ പഠിപ്പിക്കാനാ. പക്ഷെ പ്രഹ്ലാദൻ അപ്പോഴും വന്ന് നാരായണ 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 നാമ പറയാൻ പറ്റത്തില്ല, ഹിരണ്യായ നമ പറയണം. അതാണ് അയാളുടെ പരിപാടി. നമുക്കറിയാം എങ്ങനെല്ലാം പ്രഹ്ലാദനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പാമ്പുകളെ കൊണ്ടുവന്നു, വലിയ സർപ്പങ്ങൾ, നിരന്തരം പർവ്വത സമാനമായ ആനകളെ കൊണ്ടുവന്ന് കുത്തി. ഒരു കൃത്തിയെ നിർമ്മിച്ചിട്ട് അതിന് ശൂലം കൊണ്ട് കുത്തി. കുത്തുന്നതിനുമേ ആനകളുടെ പല്ലുകളെ കൊമ്പുകളെല്ലാം പൊട്ടിക്ക് തെറിച്ചു പോയി. എന്തുകൊണ്ടാ? പഠിപ്പിക്കുന്ന തത്വം അതാണ്. എങ്ങനെയെല്ലാം നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും നാം പരിപൂർണമായി സമർപ്പിതനായ ഭക്തനാണോ എങ്കിൽ നമ്മളെ രക്ഷിച്ചിരിക്കും. പക്ഷെ സമർപ്പിതരാകണം, അവിടെയുള്ള വ്യത്യാസം. പ്രഹ്ലാദൻ അങ്ങനെ പരിപൂർണമായി സമർപ്പിച്ചാലാണ്. നമ്മളും സമർപ്പിതരാണ്, സംശയമൊന്നുമില്ല. ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഇവിടെ ചെരുപ്പ് വെളിയില്ല, സപ്താഹത്തിന് കയറുമ്പോൾ ചെരുപ്പ് വെളിയില്ല, മുസ്ലിം പള്ളി കയറിയാൽ ചെരുപ്പ് വെളിയില്ല, ക്രിസ്ത്യൻ പള്ളി കയറിയാൽ ചെരുപ്പ് വെളിയില്ല. എല്ലാരും പറയുന്നെന്താ? സമർപ്പിക്കുക. സപ്താഹം കഴിയുമ്പോൾ അവസാനം ആചാര്യം പറയും സർവം സമർപ്പയാമി. ഭക്തജനങ്ങളെല്ലാം കൂടെ സമർപ്പയാമി. അപ്പം ഭജനക്കാരുടെ ജയ ജയ ഭാഗവതാം ദേവ എല്ലാം സമർപ്പിച്ചേ, ഇനി ഒന്നും ബാക്കിയില്ല. ക്രിസ്ത്യൻ പള്ളി ചെല്ലുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ജന്മം, ജീവിതം, മരണം സർവസ്വവും അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു, കൈകെട്ടുന്നു, അന്നേരമേ അവൻ നിന്ന് പറയുന്നു എന്റെ ജീവിതം, മരണം, സന്താനങ്ങൾ സർവസ്വവും അങ്ങോട്ട് സമർപ്പിക്കുന്നു. എല്ലാവരും അങ്ങ് സമർപ്പിച്ചു, കംപ്ലീറ്റ് സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് ചർച്ചിൽ നിന്നു, മോസ്കിൽ നിന്നു, ടെമ്പിളിൽ നിന്നു പുറത്തോട്ടിറങ്ങി. വെളിയിൽ നിന്ന് ചെരുപ്പ് കാണാനില്ല. അത് അടിച്ചോണ്ടു. അന്നേരം കാണാം സമർപ്പണത്തിന്റെ ഗുണം. ഒയ്യോ, കൊടുങ്ങല്ലൂർ പറഞ്ഞ് മുഴുവൻ അവിടെ പാടും. എന്നിട്ട് അവസാനം തലേ കൈവച്ചുകൊണ്ട് പറയും എന്റെ ചെരുപ്പെടുത്തുകൊണ്ട് പോയ ഉണമ്പരാതെ എല്ലാം സമർപ്പിച്ചപ്പോ 350 രൂപയുടെ ചെരുപ്പ് സമർപ്പിച്ചില്ല. അതാണ് നമ്മുടെ സമർപ്പണം. എല്ലാവരും ചെല്ലുന്നില്ല. പ്രഹ്ലാദൻ സമർപ്പിതനാണ്. അതുകൊണ്ട് പർവ്വത സമാനമായ ആനകൾ കൊത്തിയ കൊമ്പ് പൊട്ടിച്ചെതറി, കൃത്തികയുടെ ശൂലം പൊട്ടിച്ചെതറി, കടിച്ച പാമ്പുകളുടെ പല്ലുകൾ അടർന്നുപോയി, തീയിലിട്ട് ദഹിപ്പിക്കാൻ ശ്രമിച്ചു. തീ താമര കൊയ്യുക പോലെയായി പ്രഹ്ലാദൻ. ഭക്തിയുടെ നിറവിൽ സംരക്ഷണം കിട്ടുമെന്ന തത്വമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അവസാനമാണ് പ്രഹ്ലാദനെ സാഗരത്തിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചത്. അതിനിടെ ഒത്തിരി കഥകളുണ്ട്, പറഞ്ഞു വന്ന സമയം എന്താ പറയാതെ കുക്കി കൊല്ലാൻ തീരുമാനിച്ചു. ആഴമേറിയ സാഗരത്തിൽ കൊണ്ട് മുക്കിയെന്ന് മാത്രമല്ല,
നാല് ചുറ്റിലും വലിയ പർവ്വതങ്ങൾ കൊണ്ട് കോട്ട കെട്ടി അതിന്റെ ചുറ്റിലും സ്ഥാപിച്ചു. ഇവൻ വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിക്കാത്തതുകൊണ്ട് പറഞ്ഞ കാലം എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, പ്രഹ്ലാദനഞ്ഞ് കയറി പോകും. അതാണ് സമർപ്പണത്തിന്റെ ഗുണം, ഭക്തിയുടെ ഗുണം. ഗർഭിണി ആയിരുന്ന കാലം മുതൽ കേട്ട് പഠിച്ച മന്ത്രത്തിന്റെ ഗൗരവമാണ് ഈ പഠിപ്പിച്ചത്. അപ്പോഴത്തെ ഇത്രയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അച്ഛന് ചെറിയൊരു ആർദ്രത. എന്നിട്ട് നീ മരിച്ചില്ലേ എന്ന് ചോദിച്ച് മൂർധാവിൽ ചുംബിച്ചടുത്ത് ചേർത്തെല്ലാം പിടിച്ച്. അപ്പോഴാണ് പ്രസക്തമായ ചോദ്യം വരുന്നത്. നീ നാരായണായ നമാന്ന് പറഞ്ഞുകൊണ്ടാക്കുന്നു, ഹിരണ്യായ നമാന്ന് പറയുന്നില്ല. ഞാനല്ലേ ഭക്ഷണം തരുത്, വസ്ത്രം തരുത്, സംരക്ഷിക്കുമ്പോ ഞാനല്ലേ? അപ്പോഴും പറഞ്ഞു നാരായണായ നമഃ. ഹിരണ്യം അക്ഷമനായി അഹങ്കാരമായി. അതാണ് പ്രധാന പ്രശ്നം. അഹങ്കാരം ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ആരഹങ്കാരം കാണിക്കുന്നു പണി ഇഷ്ടം പോലെ കൊടുക്കുന്നു. അഹന്തയാണ് മനുഷ്യനെ തകർക്കുന്നത്. അറിവിൽ അഹങ്കാരം, ധനത്തിൽ അഹങ്കാരം, തൊഴിലിൽ അഹങ്കാരം, കലയിൽ അഹങ്കാരം, എന്തിൻ്റെ എല്ലാം അഹങ്കാരമാണ്, എന്തെല്ലാം അഹങ്കാരമാണ്. രണ്ട് പാട്ടുപാടി പ്രസിദ്ധനായി കഴിഞ്ഞാൽ കയ്യൊക്കെ ചുരുട്ടി ഇങ്ങനെ നടക്കുന്നതാണ്. ദാസേട്ടൻ ഇവിടെ വന്നിരുന്നില്ലേ 2.5 മണിക്കൂർ? 2.5 മണിക്കൂറിനകത്തിരുന്ന ഓഫീസിൽ എത്ര കുനിഞ്ഞ ആ മനുഷ്യൻ നടന്നത്? കുനിഞ്ഞാണ്. അദ്ദേഹം ഭഗവാനെ തൊഴണം. ഇതിലെ കാര്യം എല്ലാവരും കാണും ഉടുപ്പൂരുന്നത്. അതുകൊണ്ട് അപ്പുറത്തെ വാതിലും കൂടെ അങ്ങോട്ട് പോയത് കുപ്പാൽ ഊരിയിട്ടകത്ത്. എത്ര വിനയാന്തിനാ മനുഷ്യൻ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. എത്ര താഴാൻമെന്ന് പറയും. ഒരു അഹങ്കാരത്തിന്റെ ആരെങ്കിലും ദാസേട്ടനെ വിമർശിച്ചാൽ ദാസേട്ടൻ മറുപടി പറയത്തില്ല. ഞങ്ങളൊക്കെ പറയും, ഇഷ്ടം പോലെ പറയും. അദ്ദേഹം പറയത്തില്ല, മുന്നത്ത്. അതാണ് നിറകുടം തുറക്കുകയില്ല. ഉത്തമശാസ്ത്രികൾക്ക് ഒരു തോന്നൽ വന്നു, മഹാപണ്ഡിതരാണ്. രേവതി പട്ടത്താരം, നമ്മുടെ തളി ശിവക്ഷേത്രം കോഴിക്കോട്, എത്രയോ ശിവരാത്രിക്ക് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയ സ്ഥലം, തീരമായിട്ട് പോകുന്ന സ്ഥലമാണ് രേവതി പട്ടത്താനം. പ്രസിദ്ധമാണ്, ഇപ്പോഴും അതുണ്ട്. പണ്ഡിതന്മാർ കൂടുന്ന സദസ്സാണ് രേവതി പട്ടത്താനം. പട്ടത്താനം എന്ന പട്ടസ്ഥാനം, വലിയ സ്ഥാനം കൊടുക്കുന്ന പരിപാടിയാ. ഉത്തരണശാസ്ത്രികൾ തോന്നി താൻ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അവിടുന്ന് വന്നപ്പോ തന്നെ മലയാളക്കരയിലെ വേദാന്തികളെ മുഴുവൻ വെല്ലുവിളിച്ചോണ്ട വരുന്നത്. പലായത്വം പലായത്വം രേരേ കവികുഞ്ചര വേദാന്ത വനസഞ്ചാരി ആയാത്തി ഉദ്ദണ്ഡ കേസരി. വേദാന്ത വനത്തിൽ സഞ്ചരിക്കുന്ന കേരളത്തിലെ ആനകളാകുന്ന പണ്ഡിതന്മാരെ ഓടിക്കോ, ഇതാ ദാ വരുന്നുണ്ട് ഉദ്ദണ്ഡ കേസരി. ഉദ്ദണ്ഡനാകുന്ന സിംഹം ഇതാ വരും. അയാൾ തന്നെ പറഞ്ഞുകൊണ്ട് വരിക, ഞാൻ വലിയ സിംഹമാണ്. ഇങ്ങോട്ട് വന്നു, തളി ശിവക്ഷേത്രത്തിൽ വന്നു, പണി ആദ്യം അവിടെ അഹങ്കാരമാണ്. ഇങ്ങോട്ട് വന്നിട്ട് നേരെ സന്ധ്യാസമയം, ദീപാരാധനയുടെ സമയം, താൻ വലിയ പണ്ഡിതനാന്നുള്ള ഗർവത്തോടു കൂടി അവിടെ നിൽക്കുമ്പോൾ മാരാര് ചെണ്ട പൊട്ടിക്കൊണ്ടിരിക്കുക. ആ ചെണ്ടയുടെ താളത്തിൽ ജനങ്ങളെ കേൾപ്പിക്കാൻ, ദേവാദേവനെ കേൾപ്പിക്കാനല്ല, ജനങ്ങളെ കേൾപ്പിക്കാൻ ചെണ്ടയുടെ താളത്തിലാണ് ശിവസ്തുതി പാടാൻ തുടങ്ങി. ചെണ്ടയുടെ താളമാണ്. സംഭരിത ഭൂരി കൃപവംബ ശുഭഭംഗ തുമ്പതു ചിരന്തന വിതന്തവ മദന്ത. 2 വരി പാടിയപ്പോ പിന്നെ ബാക്കി കിട്ടുന്നില്ല. 4 വരി പാടിയെങ്കിലേ ശ്ലോകം പൂർത്തിയാവുള്ളൂ. തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഉദ്ദണ്ഡൻ ആലോചിച്ചിട്ട് ബാക്കി ഭാവന വരുന്നില്ല. സംഭരിത ഭൂരി കൃപവംബ ശുഭഭംഗ തുമ്പതു ചിരന്തന വിതന്തവ മദന്ത. ഭാവന കിട്ടുന്നില്ല. അപ്പോഴാണ് ഇയാള് നിസ്സാരമായി കണ്ടിരുന്ന മാരാര് ചെണ്ട കൊട്ടിക്കൊണ്ട് ബാക്കിയും ഉണ്ടാക്കി പാടി. യംഭരിപു കുംഭി വര കുംഭയുഗടംബ സ്തംഭി ഭുജ കുംഭ വരിരംഭ ശിവശംഭോ. ഉദ്ദണ്ഡന്റെ കാറ്റ് അവിടെ വെച്ചു. പിന്നീട് കാക്കശ്ശേരി പട്ടതിരിയുമായിട്ട് ആകാരോ ദീർഘ എന്ന് പറയാം, ആകാരോ ഹ്രസ്വ എന്നൊക്കെ പറയുന്ന അകാരോ ഹ്രസ്വ എന്നൊക്കെ പറയുന്ന സംവാദം എല്ലാം ഉണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. ഒന്നിനും അഹങ്കരിക്കരുത്. അഹങ്കാരം ഭഗവാൻ ഇഷ്ടപ്പെടില്ല. ഈ അഹങ്കാരം കൊണ്ടാണ് പ്രഹ്ലാദൻ ചോദിച്ചത്, നീ വിളിക്കുന്ന നാരായണൻ, ഈ മഹാവിഷ്ണു, ഈ ദേവൻ എവിടെ ഇരിക്കാന്ന് ചോദിച്ചു. ഉദാഹരണം പറഞ്ഞു കൊടുത്തില്ലേ, തത് ത്വം അസി. അതേ മറുപടിയുടെ മറ്റൊരു രൂപമാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ട്. ഈ തൂണിലുണ്ടോ? ഉണ്ട്. എന്നാ കാണട്ടെ എന്ന് പറഞ്ഞ ഒരടി ബാക്കി നമുക്ക് അറിയാം. ഒറ്റയടി നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു.
സന്ധ്യാസമയത്ത്, രാത്രിയുമല്ല പകലുമല്ല, ത്രിസന്ധ്യക്കാണ് വലിച്ചു കീറിയത്. ആകാശത്ത് വെച്ചല്ല, ഭൂമിയിൽ വെച്ചല്ല, നരസിംഹത്തിന്റെ മടിയിൽ വെച്ചാണ്. വീടിന്റെ ഉള്ളിൽ വെച്ചല്ല, പുറത്തു വെച്ചല്ല, വാദപ്പടിയിൽ വെച്ച. കൊന്നത് മനുഷ്യനുമല്ല, മൃഗവുമല്ല. വരബലം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഭവിതവ്യം ഭവിഷ്യതി, സംഭവിക്കേണ്ടത് സംഭവിച്ചിട്ടില്ല. ഇനി നാം പഠിക്കേണ്ട വലിയൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 5 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിനെ പിച്ചി ചീന്തി മോക്ഷം കൊടുത്തു. മോക്ഷം കൊടുത്താ നിഗ്രഹിച്ചല്ലോ കേട്ടോ, കൊടുത്തു. അത് കഴിഞ്ഞ് കാലിതുള്ളി ഉറഞ്ഞു തുള്ളിക്കാണ്. അപ്പോഴെല്ലാം പ്രഹ്ലാദൻ ഈ ഭീകരരംഗമെല്ലാം കാണുമ്പോഴും മനസ്സ് പതറാതെ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. നരസിംഹമൂർത്തി ശാന്തനായി. ശാന്തനായി കഴിയുമ്പോൾ പ്രഹ്ലാദനോട് വരം തരാം, നിനക്കൊരു വരം തരാം. എന്തു വരം വേണം? ഭാഗവതം മൂലം. പ്രഹ്ലാദൻ വരം ചോദിച്ചത് ഇങ്ങനെയാണ്: നത്വഹം കാമേ രാജ്യം. ഇന്ന് പഠിക്കേണ്ട കാര്യമാണ്. ന സ്വർഗം ന പുനർഭവം. പിന്നെ എന്ത് വേണം? നത്വഹം കാമയേ രാജ്യം. നതു അഹം കാമയേ രാജ്യം. എനിക്ക് രാജ്യം വേണ്ട. കാലുകുത്താൻ ഇടം കൊടുക്കാതെ അതിഭീകരമായി കൊല്ലാൻ 18ഓളം മാർഗങ്ങൾ എടുത്തിട്ടുള്ള ഹിരണ്യൻ. 18 മാർഗങ്ങൾ. അതിന്റെ ചില മൂല മാത്രമേ പറഞ്ഞുള്ളൂ. ആ 18 മാർഗങ്ങളും വളരെ വിസ്താരമാണ്. അവിടെ എങ്ങും ഹിംസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ താമസിക്കാൻ കൊട്ടാരവും അധികാരവും എല്ലാം കിട്ടി. കൊട്ടാരവും അധികാരവും എല്ലാം കിട്ടി. കാരണം ഹിരണ്യകശിപു കാലഗതി പോകി. ഇനി മകനാണ് ഭരിക്കേണ്ടത്. അപ്പൊ ഇനി ഞാൻ ചക്രവർത്തിയാകാമെന്നല്ല പറയുന്നത്. നത്വഹം രാജ്യം, നത്വഹം കാമയേ രാജ്യം. എനിക്ക് രാജ്യം വേണം. എന്നാ പിന്നെ മോക്ഷമായിരിക്കും. സ്വർഗമല്ലേ വേണ്ടത്? എന്നാ സ്വർഗവും വേണം. എന്നാ പിന്നെ നല്ലൊരു ജന്മം വേറെ തരാം, അതും വേണം. നത്വഹം കാമയേ രാജ്യം ന സ്വർഗം ന പുനർഭവ. പിന്നെ എന്താണ് ആഗ്രഹം? കാമയേ ദുഃഖതപ്താനാം പ്രാണിനാം ആർത്തിനാശനം. ഈ ഒറ്റ വരം മതി. ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന ജീവനുള്ള കുലത്തിലെ മനുഷ്യകുലം മാത്രമല്ല, ഭൂമിയിൽ ആർക്കെല്ലാം വേദനയും ദുഃഖവും പ്രയാസമുണ്ടോ അവരെ സേവിക്കാനുള്ള ഒരു വരം മാത്രം മതി. അതാണ് വേണ്ടത്. അല്ലാതെ എന്ത് കിട്ടിയാലും മതിയാകതെ 10 ലഭിച്ചാൽ 100 ദാഹം, 100 1000മാക്കാൻ മോഹം, 1000മോ 10,000മാകണം ആശയ്ക്കുലകിൽ അളവുണ്ടാമോ. അടുത്ത വരി കൂടെ ചേർത്ത് വായിച്ചു നടന്ന സംഭവത്തിന്റെ ബാക്കിയാകും. കനകം മൂലം കാമിനി മൂലം കലഹം വലവിധ ഉലകിൽ സുലഭം. അത് അയ്യപ്പന്റെ ആയാലും കുഴപ്പമില്ല. കനകം മൂലം കാമിനി മൂലം, അല്ലേ? ആരുടെ ആയാലും കുഴപ്പമില്ല. എനിക്ക് കിട്ടണം. എനിക്ക് വേണ്ടത് സേവനത്തിലുള്ള വരം വേണം. എന്ന് പറഞ്ഞു? തഥാസ്തു എന്ന് മാത്രമല്ല, തഥാസ്തു എന്ന് മാത്രമല്ല നരസിംഹമൂർത്തി ആശീർവദിച്ചത്. തഥാസ്തു പരമ്പരയാ. സൽക്കർമ്മം ചെയ്ത പരമ്പരകൾക്ക് ഗുണം, ദുഷ്കർമ്മം ചെയ്ത പരമ്പരകൾക്ക് നാശം. നിനക്കും നിന്റെ പരമ്പരയ്ക്കും ഈ സേവനത്തിന് മാർഗമുണ്ടാകട്ടെ. പ്രഹ്ലാദന്റെ മകൻ വിരോചനൻ, വിരോചനന്റെ മകൻ പ്രഹ്ലാദന്റെ കൊച്ചുമകൻ. പരിചയമുണ്ടോ പ്രഹ്ലാദന്റെ കൊച്ചുമകനെ? പ്രഹ്ലാദന്റെ കൊച്ചുമകനെ പരിചയമുണ്ടോ? തഥാസ്തു പരമ്പരയാ. പ്രഹ്ലാദന്റെ മകൻ വിരോചനൻ. വിരോചനന്റെ മകനാണ് മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മഹാബലി. പ്രഹ്ലാദന്റെ കൊച്ചുമകൻ പരമ്പരയ്ക്ക് കിട്ടി. പ്രഹ്ലാദന്റെ മകൻ കൊച്ചുമകൻ മഹാബലി, മഹാബലിയുടെ മകൻ ബാണാസുരൻ, ബാണാസുരന്റെ മകൻ ഉഷ. ഉഷയെ കല്യാണം കഴിച്ചത് ഭഗവാന്റെ കൊച്ചുമോനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സേവനത്തിനാണ് താല്പര്യപ്പെടുന്നത്. ഒരു നല്ല വാക്കെങ്കിലും പറയാൻ, ഒരു കണ്ണീരൊപ്പം,
വേദനിക്കുന്നവരെ സഹായിക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്കെല്ലാം ഉണ്ട്. അത് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിസ്ക്രൈബ് ടൈം ഈസ് ഓവർ. ഇവിടെ എത്തി, സമയം എനിക്ക് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ആറന്മുളയിലും പരിസരത്തിലും പ്രസംഗിക്കാത്ത ക്ഷേത്രം ഇല്ല. പാർത്ഥസാരഥിയിൽ പ്രസംഗിക്കാൻ ആദ്യമായിട്ടാണ് അവസരം വന്നു ചേർന്നത്. അതിന് അഡ്വക്കേറ്റ് ഹരിദാസ് ജി, വിശുദ്ധ പരിഷത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായ ഹരിദാസ് ജിയാണ് ഈ വിളിച്ചത്. ഈ നമ്പർ വിജയിച്ചേട്ടന് നമ്പർ കൊടുത്തത്, പ്രസിഡന്റിന് നമ്പർ കൊടുത്തതും വിളിപ്പിച്ചതുമില്ല. അദ്ദേഹത്തോടാണ് ആദ്യത്തെ നന്ദി. ആറന്മുളയിൽ ആദ്യമായി കൊണ്ടുവന്ന് വള്ളസദ്യയിൽ തന്ന് ഇവിടുത്തെ CD ഒക്കെ തന്ന അനിലിന് പ്രത്യേക നന്ദി. ആറന്മുള കണ്ണാടി എനിക്ക് ഒരുപാട് കിട്ടും. അതായത് പറഞ്ഞ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ആറന്മുളയുടെ പറഞ്ഞോ നമുക്കെല്ലാം അറിയാൻ, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആറന്മുള കണ്ണാടി എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് വീട്ടിലിരിപ്പോട്ട് എത്രയോ എണ്ണം ഇരിക്കുന്നത്. അങ്ങനെ ചിരപുരാതനമായ ഐതിഹ്യങ്ങൾ ഒരുപാട് പുരാണങ്ങൾ പറയുന്ന ഒരുപാട് കലയും സംസ്കാരത്തിൻ്റെയും എല്ലാം നികുഞ്ചവും നികുംബുലയുമായ ഈ മഹാക്ഷേത്രത്തിൽ വന്ന് അല്പസമയം ഭഗവാന്റെ വചനങ്ങൾ പറയാൻ ഭാഗ്യമുണ്ടായതിൽ നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് അടിയന്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നാൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും അറിയിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നന്ദി.